ബട്ട് യു ഹാഡ് ഓൾ ദ ക്വാളിറ്റീസ് ആൻഡ് ഓൾ ദ തിങ്സ്. ഇപ്പൊ നമുക്ക് തന്നെ നമ്മുടെ മാച്ചിന്റെ വീഡിയോ, നമ്മുടെ പെർഫോമൻസ് ഷൂട്ട് ചെയ്തിട്ട് നമുക്ക് ആ ക്ലബിന് പ്ലേസ് ഏജൻസ്, ടാലന്റ് സ്കൗട്ടിന് കൊടുത്തു വിട്ട അവന്മാർ അത് നോക്കിയിട്ട് നമ്മൾ ട്രയൽസിൽ വിളിക്കും. അന്ന് അങ്ങനെയല്ലല്ലോ. ഇന്ന് എവറിത്തിങ് ഈസ് ഓർഗനൈസ്ഡ്. ഇന്ന് യു നീഡ് ടു ഹാവ് ദ ഡിറ്റർമിനേഷൻ, യു നീഡ് ടു ഹാവ് ദ ഹങ്കർ to achieve. അന്ന് നമ്മുടെ അടുത്ത് പൈസ ഇല്ല, ഇന്ന് പൈസ ഉണ്ട്, മമ്മി ഇല്ല. അങ്ങനെയാണ് ഒരു വാട്ട് എവർ ചേഞ്ചസ് they do for the betterment of football, enjoyment of football, safety of the players, for respect of the game and the referees. Okay. Sai Pallavi's father is a footballer. He donned national color, Indian player ആണ്. ഈ സ്റ്റോറി എന്ന ലൈഫ് സ്റ്റോറി based on my football career and refereeing career. ಇದನ್ನ ನೋಡಿವಿ, ಸಬ್ಸ್ಕ್ರೈಬ್ ಮಾಡಿವಿ, ನಿಮಗೆ ಫ್ರೆಂಡ್ಸ್ಗೂ ಶೇರ್ ಮಾಡಿವಿ. We listen, we learn, we connect, where every story matters. Welcome to Beyond Borders with Meera Shankar. Welcome back to another episode of BB with Meera Shankar. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ഏഷ്യൻ ഫുട്ബോൾ കോൺഫെഡറേഷൻ മാച്ച് ഒഫീഷ്യലായും റഫറിയായും അന്താരാഷ്ട്ര തലത്തിൽ തിളങ്ങിയ ഒരു വ്യക്തിയാണ്. എന്നാൽ അദ്ദേഹത്തിന്റെ യാത്ര തുടങ്ങുന്നത് ഏഷ്യയിലെ വലിയ സ്റ്റേഡിയങ്ങളിൽ നിന്നല്ല, മറിച്ച് മനോഹരമായ നീലഗിരി കുന്നുകളിൽ നിന്നാണ്. പ്രകൃതിയോടും ഫുട്ബോളിനോടും ഹോക്കിയോടും അത്രമേൽ ആത്മബന്ധമുള്ള അവിടത്തെ തനതായ ബഗഡ കമ്മ്യൂണിറ്റിയുടെ അഭിമാനമാണ് ഇദ്ദേഹം. നമുക്ക് ഈ കൂടുതൽ വിശേഷങ്ങളെല്ലാം അദ്ദേഹത്തിന്റെ വാക്കുകളിൽ കൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാം. മലയാളവും തമിഴും ഇംഗ്ലീഷും ഹിന്ദിയും ഒക്കെ കലർന്നുള്ള ഭാഷയാണ്. സദയം എല്ലാവരും ക്ഷമിക്കണം, ഞങ്ങളുടെ സംസാരം ഇതെല്ലാം കൂടെ കലർന്നതായിരിക്കും. അന്താരാഷ്ട്ര ഫുട്ബോൾ റഫറി ശ്രീ അർജുൻ അജയ് ഗൌഡറെ ബിയോണ്ട് ബോർഡേഴ്സിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം ഭയ്യ. ഞാൻ ഭയ്യയ്ക്ക് ഒരു പിക്ചർ കാണിക്കാം. പിക്ചർ കാണുമ്പോൾ ഭയ്യക്ക് എന്താണ് ഓർമ്മ വരുന്നതെന്ന് പറഞ്ഞിട്ട് നമുക്ക് തുടങ്ങാം. ഇത് ടച്ചിങ് പിക്ചറാണ്. ഇത് അൺഫർഗറ്റബിൾ മൊമെന്റ് ആണ്. ഞങ്ങളുടെ വില്ലേജ് ടീം, നീൽഗിരി ഡിസ്ട്രിക്ട്, കോട്ടഗിരി താലൂക്ക്, കീലാനേറ്റി വില്ലേജ്. ഇത് ഞങ്ങളുടെ ഒരു ഫുട്ബോൾ ടീമാണ്. ഈ ഞങ്ങളുടെ ടീം യങ് സ്റ്റാർ സ്പോർട്സ് ക്ലബ് ഉണ്ട്, YSSC, യങ് സ്റ്റാർ സ്പോർട്സ് ക്ലബ്. ഇതിലാണ് സ്റ്റാർട്ടിങ് തൊട്ട് ഞാൻ ഫുട്ബോൾ കളിച്ചോണ്ട് വന്നത്. ഇതില് എൻ്റെ ഫാമിലി മെമ്പേഴ്സ് തന്നെ 5 എണ്ണം ഉണ്ട്. ഇതില് എൻ്റെ ബ്രദർ 2-3 എണ്ണം ഉണ്ട്. ഞാൻ മാത്രമില്ല. കാരണം അന്ന് ഞാൻ ഈ മാച്ചിന് എനിക്ക് പോകാൻ പറ്റാതെ ഒരു അവസ്ഥയായി പോയി. അവന്മാർ കളിക്കുമ്പോൾ ഞാൻ പോയി കണ്ടതായത്. ഞാനും ഇതിന്റെ ടീം മെമ്പർ ആയിരുന്നു, പക്ഷെ എനിക്ക് അന്ന് കളിക്കാൻ പറ്റാതെ അവസ്ഥയായി പോയി. ഫ്രം റൈറ്റ് ടു സെക്കൻഡ് എൻ്റെ 4th ബ്രദറാണ്. അതിന്റെ താഴെ ഇരിക്കുന്നത് എൻ്റെ 3rd ബ്രദറാണ്. ഗോൾ കീപ്പറിന്റെ അടുത്ത് ഇരിക്കുന്നത് റൈറ്റ് എൻ്റെ 3rd ബ്രദർ. ഹീസ് നോ മോർ, ഹി പാസ്ഡ് അവേ കപ്പിൾ ഓഫ് ഇയേഴ്സ് ബാക്ക്. ആൻഡ് ഇപ്പുറത്തെ സൈഡ് ഇരിക്കുന്നത് എൻ്റെ കസിനാണ്. ഈ ഗ്രൗണ്ട് ഒരു കോട്ടഗിരിയിലിരുന്ന് മൈനല എന്ന് പറഞ്ഞിട്ട് ഒരു വില്ലേജ് ആണ്. അതിന്റെ അടുത്ത് റോഡ് സൈഡ് ഗ്രൗണ്ട്. പീപ്പിൾ യൂസ് ടു കം. ഇറ്റ്സ് ലൈക്ക് ഓസ്ട്രേലിയ സ്റ്റൈൽ ഓൺലി. ദേ കം സിറ്റ്. No stadium, no proper this thing, and a slopey ground where a ball will roll and you have to run behind the ball. പക്ഷെ എന്തായാലും ഈ ഗ്രാസ്, ഇറ്റ്സ് എ നേച്ചുറൽ ഗ്രാസ്. മേ ബി ഈ ഫോട്ടോ ഒരു 30 years ബാക്ക്, മേ ബി 30 or I cannot recollect it. 30 years plus ആണ് ഇത്. എന്തായാലും അന്നത്തെ ഒരു ഫോട്ടോ ആണ്. അപ്പൊ ആ ഒരു ഗ്രാമവും ആ ഒരു ഗ്രാമം, ആ ഗ്രാമത്തിന്റെ തണുപ്പ്, അത്രയും ഒരു നിഷ്കളങ്കമായിട്ടുള്ള ആളുകളുടെ മധ്യത്തിൽ കളിച്ച് വി ഹാവ് another jersey, റെഡ് കളർ. അപ്പൊ ആ റെഡ് കളർ ജേഴ്സിയാണ് മാക്സിമം പ്രിഫർ ചെയ്യുന്നത്. കാരണം ഈ ജേഴ്സി ഇട്ട് കളിക്കുമ്പോൾ നെക്സ്റ്റ് ഡേ ഇത് ഉണങ്ങി കിട്ടൂല. അത്ര ചെളിയാവുമ്പോൾ അത് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. ബട്ട് ഇതൊരു ഫൈനൽസ് ആയതുകൊണ്ട് എല്ലാവരും നോ ആയിട്ടിട്ടതാ. അപ്പൊ ഈ ബഡഗ കമ്മ്യൂണിറ്റിയിൽ നിന്നാണ് ഭയ വരുന്നത്. അപ്പൊ നമുക്ക് ഇതുപോലെ തന്നെ ബഡഗ കമ്മ്യൂണിറ്റിയിൽ നിന്ന് വന്ന ഒരാളും കൂടെ ഉണ്ട്, സായി പല്ലവി. ഈ സായി പല്ലവിനെ അറിയാവോ? ഇവിടുന്ന് തന്നെയാണോ സായി പല്ലവി? സായി പല്ലവി ഞങ്ങളുടെ വില്ലേജ് കീഴനേട്ടി എന്ന് പറയും. അവിടെ നിന്ന് ജസ്റ്റ് 1.5 kilometers മേലനേട്ടി എന്ന് പറയും. അത് മേലനേട്ടി. സായി പല്ലവി's father is a footballer. ഈ ഡോൺ നാഷണൽ കളർ, ഇന്ത്യൻ പ്ലെയർ ആണ്. മദ്രാസിൽ പഠിച്ച് അവിടെ ഫുട്ബോൾ കളിച്ചിട്ട് ജോബ് ആയത്.
വി ഓൾ കൊത്തഗിരിയിൽ ആദ്യം കളിക്കുമ്പോൾ ഒരു അഗസ്ത്യ ക്ലബ് ഉണ്ടായിരുന്നു. കൊത്തഗിരി ഗാന്ധി മൈതാനം എന്ന് പറഞ്ഞിട്ട് ഒരു ഇറ്റ്സ് ലൈക്ക് എ കംപ്ലീറ്റ് മഡി ഗ്രൗണ്ട്. അവിടെയാണ് ഞങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നത്. സോ ഇൻ മൈ സ്കൂളിങ്സ് ഐ യൂസ് ടു ഗോ ദർ. I used to play with them. ഞാൻ പഠിച്ചത് 7th Day Adventist English High School കോട്ടഗിരിയിൽ, റൈറ്റ് ഫ്രം മൈ LKG. അതിനുശേഷം ഡിഡ് മൈ സ്കൂളിംഗ് ഇൻ പാണ്ഡ്യരാജ് മെമ്മോറിയൽ സ്കൂൾ. അപ്പൊ ഈ കാലഘട്ടത്തിലെല്ലാം പ്രാക്ടീസ് ഫുട്ബോൾ തന്നെ. അപ്പോ അവിടെ ഗ്രൗണ്ടിൽ പോയിട്ട് ഇവന്മാരുടെ ഒപ്പമാണ് പഠിച്ചതും കളിച്ചതും എല്ലാം. വില്ലേജിലില്ല, ഓൾ ദ ടൈം ദേ വർ ഇൻ ചെന്നൈ ഓൺലി. സോ ദേ ഹാഡ് ഇനഫ് ഓപ്പർച്യൂണിറ്റീസ്, ഗുഡ് പ്ലാറ്റ്ഫോംസ് ടു പെർഫോം ആൻഡ് their talents. അതാണ് വില്ലേജിൽ പറയുമ്പോ അറിയാലോ എങ്ങനെ ഉണ്ടായിരിക്കും. ഈ ഞങ്ങളുടെ വില്ലേജിലിരുന്ന് കോട്ടഗിരിക്ക് അന്നത്തെ കാലഘട്ടത്തിൽ വരുന്നതെന്ന് പറഞ്ഞാൽ 5 kilometers we have to come walk to practice. പിന്നെ തിരിച്ചു പോകണം. അങ്ങനത്തെ ഒരു സൗകര്യമാണ് ആ സമയത്ത്. വേറൊരു പിക്ചർ ഇവിടെ കാണിക്കാം. അപ്പൊ ഇതും കാണുമ്പോഴത്തേനും എന്താണ് പെട്ടെന്ന് വരുന്നത് മനസ്സിൽ? ഇത് ഞാൻ എന്തുകൊണ്ടാണ് ഇത് കാണിക്കുന്നതെന്ന് പറഞ്ഞാല്, നമ്മൾ ആദ്യം കണ്ടത് നീലഗിരിയുടെ ആ ഒരു പച്ചയും അവിടുത്തെ ഒരു ഭയ്യ പറഞ്ഞതുപോലെ ഒരു ഗ്രാമത്തിന്റെ ചെറിയ ഒരു ബഡഗ കമ്മ്യൂണിറ്റിയും ചെറിയ ഈ 5 kilometer വാക്ക് ചെയ്ത് നടന്നു വന്നിട്ട് കളിക്കുന്ന ഒരു ഇതും, അവിടെ നിന്ന് അർജുൻ അജ ഗൗഡർ എന്ന് പറയുന്ന വ്യക്തിയുടെ പ്രയാണം ഇവിടെ വന്ന് നിൽക്കുകയാണ്. പ്രൈം മിനിസ്റ്ററും പ്രസിഡന്റും ഒക്കെ ഹാൻഡ് ഷേക്ക് തരുന്ന ഒരു റഫറി ആയിട്ട് വന്ന് നിൽക്കുന്നത്. ഇത് ഈ പിക്ചർ കാണുമ്പോൾ എന്താണ് തോന്നുന്നത്? ഗോൾഡൻ മെമ്മറീസ് എന്ന് പറയാം. ഇതൊരു ഡൽഹിയുടെ ഐ ലീഗ് മാച്ച്, ഇനോഗ്രേഷൻ മാച്ച്, മോഡേൺ സ്പോർട്ടിംഗ് വേഴ്സസ് എയർ ഇന്ത്യ മാച്ചാണ്. ആ മാച്ചിന്റെ ഐ ലീഗ് ഇനോഗ്രേഷൻ മാച്ചിൽ എനിക്ക് ഒരു അവസരം കിട്ടി. അപ്പോൾ ആ മാച്ചിനാണ് സാറാണ് ചീഫ് ഗസ്റ്റ് ആയിട്ട് വന്നത്. പിന്നെ പ്രണവ് സർ അതേപോലെ തന്നെ മാച്ച് ഒരു ഫൈനൽ മാച്ചിലാണ് വന്നത്. ആ മറ്റേ മാച്ച് ഡ്യൂറന്റ് കപ്പിന്റെയാണ്. ഡ്യൂറന്റ് കപ്പ് മാച്ചാണ് ആ സ്മോൾ ക്ലിപ്പ് നിങ്ങൾ ഇട്ടിരിക്കുന്നത്. സോ ഇതെല്ലാം ഓൾഡ് മെമ്മറീസ് വെൻ ഐ വാസ് ഫിറ്റ് ആൻഡ് എനർജറ്റിക്. ഇപ്പൊ വയസ്സായി. ജന്മനാടായ ഈ നീലഗിരി ഫുട്ബോളിനും ഹോക്കിക്കും ഒക്കെ ജനങ്ങളുടെ സ്നേഹം കൊണ്ട് വളരെ പ്രശസ്തമായ ഒരു നാടാണ്. സോ അവിടെ ഈ ബഡഗ കമ്മ്യൂണിറ്റിയുടെ ഭാഗമായി വളർന്ന താങ്കളുടെ കായിക ജീവിതം, ആ ഒരു സ്പിരിറ്റ് എങ്ങനെയാണ്, സ്പോർട്സ് ലൈഫിനെ എങ്ങനെയാണ് അത് ഇൻഫ്ലുവൻസ് ചെയ്തത്? ശരിക്കും പറഞ്ഞാൽ നീലഗിരി എല്ലാവരുടെ ബ്ലഡിലുണ്ട് ഫുട്ബോൾ. സ്മോൾ ഡിസ്ട്രിക്ട് വിത്ത് കോട്ടഗിരി, ഊട്ടി, കുന്നൂർ, ഗൂഡലൂർ, ഇത് 4 കൂടിയാണ്. അപ്പോൾ ഈ ഊട്ടി സൈഡ് ഭാഗത്ത്, കുന്നൂർ സൈഡ് ഭാഗത്തൊക്കെ ലിറ്റിൽ ബിറ്റ് ഓഫ് ഹോക്കി ഇസ് ദെയർ. സോ അവിടെ ഹോക്കി പ്ലെയർ ഉണ്ട്, നാഷണൽ ടീമിലുണ്ടായിരുന്ന ഹോക്കി പ്ലെയേഴ്സും ഉണ്ട്. പക്ഷെ ഇഫ് യു സി 80% ഇസ് ഫുട്ബോൾ ഓൺലി. അവിടെ ഫുട്ബോൾ മാത്രമേ ഉള്ളൂ. കിഡ് വെൻ ഈസ് ഏബിൾ ടു വാക്ക് ആൻഡ് വെൻ ഈസ് ഔട്ട് ഫോർ പ്ലേയിങ് അവന്റെ കയ്യിൽ ബോൾ തന്നെ ഇരിക്കും, നല്ല ബോൾ തന്നെ ഇരിക്കും. അങ്ങനെയാണ്. അപ്പോ വെൻ ഐ കം ബാക്ക് ഹൗ ഇറ്റ് സ്റ്റാർട്ടഡ്, എന്റെ ഫാമിലിയിൽ എല്ലാവരും, എന്റെ ഡാഡി മുതൽ കൊണ്ട് എല്ലാവരും ഫുട്ബോളേഴ്സ് ആണ്. അതുകൊണ്ട് പ്രത്യേകമായിട്ട് ഒന്നും പഠിച്ചിട്ടില്ല. ഐ പ്ലേഡ്, എൻജോയ്ഡ്, അങ്ങനെയാണ് വന്നത്. ഞങ്ങൾ ഇപ്പൊ ഇന്നത്തെ അവസരം പോലെ ഒരു ബേസിക് ഫൗണ്ടേഷൻ പഠിച്ചിട്ടില്ല. പക്ഷെ എല്ലാം ഓട്ടോമാറ്റിക്കലി ആണ് ഫൗണ്ടേഷൻസ് ഒക്കെ പെർഫെക്റ്റ് ആയിട്ട് വന്നത്. അതിന്റെ റീസൺ എന്ന് പറഞ്ഞാൽ the love and passion for the game. അത് നമ്മൾ അവിടെ പോകുമ്പോൾ we don't play with our mind, we play with our heart. അന്ന് അവിടെ പോയി കളിച്ച് വരുമ്പോൾ അത് ഓട്ടോമാറ്റിക് ആയിട്ട് വന്നു. നമ്മുടെ മസിൽ ബോഡി കോർഡിനേഷൻ ഒക്കെ വന്നു. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് they have to go with a foundation, എല്ലാം പോകണം. അന്ന് എല്ലാവരും കളിച്ച് വന്നതാണ് പ്ലേയേഴ്സ്. അന്ന് ആരും ഇങ്ങനെ അക്കാഡമീസും കോച്ചിങ് സെന്റേഴ്സും ഒക്കെ അങ്ങനെ ഒന്നും ഇല്ല. അപ്പൊ ബ്രദേഴ്സ് എല്ലാവരും 5 ബ്രദേഴ്സ് ആണ്, എല്ലാവരും ഫുട്ബോളേഴ്സ്. എനിക്ക് നല്ല ഓർമ്മ ഉണ്ട്. വൺ ഓഫ് ദ ടൂർണമെന്റ് ഞങ്ങളുടെ വില്ലേജ് ടീമിൽ all the 5 brothers were in the team. other 6 were my relations. ഗോൾ കീപ്പർ മുതൽ എല്ലാം എന്റെ കസിൻസ് ആണ്. ഫോർവേഡ്സ്, ഗോൾ കീപ്പർ, ഡിഫൻഡ് എല്ലാം കസിൻസ് ആണ്. ഒരു 2 മാത്രം ഡിസ്റ്റൻസ് റിലേഷൻ ഫ്രണ്ട്സ്. സോ ഇറ്റ്സ് ലൈക്ക് എ ഫാമിലി ടീം ഓൺലി. ഒരു 5s ഒക്കെ വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ നിന്ന് തന്നെ ഒരു ടീമായി. ഞങ്ങൾക്ക് അവിടെ 5s ഇല്ല, അതുകൊണ്ട് 5s പോയിട്ടില്ല ആരും. ബട്ട് ഞാൻ പഠിച്ച സ്കൂളിലും 7th Day Adventist English Higher Secondary സ്കൂളിലും സ്പോർട്സ് ആക്ടിവിറ്റീസ് നല്ല ഇൻവോൾവ്മെന്റ് ആയിരുന്നു. അപ്പോൾ അവിടെയും ഫുട്ബോൾ തന്നെ. ഞങ്ങൾ ഒരു അവസരം എന്ന് പറഞ്ഞാൽ നീലഗിരി MRC മെഡ്രാസ് റെജിമെന്റ് സെന്റർ കുന്നൂരിൽ, അവിടെയാണ് ഞങ്ങളുടെ ഓൾ ഇംഗ്ലീഷ് സ്പീക്കിംഗ് സ്കൂൾസ് കോമ്പറ്റീഷൻസ് നടക്കും ആ ഗ്രൗണ്ടിൽ തന്നെ. സോ ഓൾ ദ ഫുട്ബോൾ ആൻഡ് അത്ലറ്റിക്സ് വിൽ ബി കണ്ടക്ടഡ് ദർ. അപ്പൊ അങ്ങനെ കളിച്ചു വന്നു. ബട്ട് ടു ബി ലക്കി ആർ പ്രൗഡ് ആർ ഒരു അവസരം കിട്ടിയത് കൊണ്ട് എനിക്ക് സന്തോഷ് ട്രോഫി തമിഴ്നാട്ടിൽ കളിക്കാൻ പറ്റാതെ ഒരു ഇതാണ്. ബിക്കോസ് ഞാൻ യൂത്ത് കളിച്ചിട്ട് അപ്പൊ തന്നെ ജോലിയിൽ കയറി. 1991
ഉള്ളിൽ കയറി. പക്ഷെ ആസ് എ റെഫറി ഐ തിങ്ക് സോ ഐ എം ദ ഫസ്റ്റ് ഫ്രം ദി ബഡ്ഗ കമ്മ്യൂണിറ്റി ഇൻ ദ നീൽഗിരി ബ്ലൂ മൗണ്ടൻസ് എന്ന് പറയും. അതുപോലെ വേറെ വേറെ ഫീൽഡിൽ വേറെ വേറെ ഫസ്റ്റ് ഹു ഹാവ് അച്ചീവ്ഡ് കുറേ പേരുണ്ട്. ഫുട്ബോൾ റെഫറിങ് ഞാനാണ് റെഫറിംഗിൽ വന്നിട്ടുണ്ട്. ഹോപ്പ് ഇൻ ദ നിയർ ഫ്യൂച്ചർ കുറേ റെഫറീസ് വരണം, വരട്ടെ എന്ന് ആശംസിക്കുന്നു. അതെ വരണം. ഇപ്പോൾ ഗ്രൗണ്ടിൽ നിന്നുള്ള ഈ കളിയിൽ നിന്ന് ഇന്ത്യൻ ആർമിയിലേക്കുള്ള ആ ഒരു മാറ്റം എങ്ങനെയായിരുന്നു അത്? ഓക്കെ, അപ്പൊ അതിന്റെ കൂടെ എന്റെ ഒരു ഫുട്ബോൾ സ്റ്റാർട്ടിങ്ങും പറയാം, ലിറ്റിൽ ബിറ്റ് ഓഫ് സ്ട്രഗിൾസ്, പിന്നെ ഇത് എങ്ങനെ ആർമിയിലേക്ക് പറയാം. എന്റെ ഫാമിലി, okay, we joint family, we had a good time, a memorable time. After daddy passed away, വീട്ടില് മമ്മി തന്നെ എല്ലാം റൺ ചെയ്യുന്നത്. ആ സമയത്ത് ദാറ്റ് ടൈം ഐ വാസ് സ്റ്റഡിങ്. സോ അങ്ങനെ പഠിച്ചുകൊണ്ടിരുന്നപ്പോ പിന്നെ അറിയാലോ ഫാമിലീസ് എന്ന് പറഞ്ഞാൽ എല്ലാം സ്പ്ലിറ്റ് കാര്യങ്ങളൊക്കെ വരും. സോ എല്ലാവരും മാരീഡ്, എവരിബഡി ഈസ് മാരീഡ്, ഐ എം ദ ഓൺലി വൺ അൺമാരീഡ്. ആൻഡ് അപ്പൊ ഞാൻ വിചാരിച്ചു എനിക്ക് ഇനി പഠിച്ചിട്ട് കാര്യമില്ല, എന്തെങ്കിലും ചെയ്യണം. സോ എനിക്ക് മൈ ദിസ് തിങ് ഇസ് +2 പഠിക്കണം, കോളേജ് പോകണം, യൂണിവേഴ്സിറ്റി കളിക്കണം, സ്റ്റേറ്റ് കളിക്കണം, ഇന്ത്യ കളിക്കണം, ഇതുണ്ടായിരുന്നു. ആ ഒരു ഇത് ഇല്ലാതെ ഡാഡി ഞാൻ +1 സ്കൂളിൽ ഇരുന്നപ്പോൾ കൊണ്ടത് നേരെ പോളിടെക്നിക്കിൽ കൊണ്ടുപോയിട്ട് അവിടെയാണ് എൻ്റെ എല്ലാം ഡൈവേർഷൻ വന്നത്. പിന്നെ അതും പഠിച്ചിട്ടുള്ള, ഈ സ്കൂളിംഗ് നന്നായിട്ട് ചെയ്തിട്ടില്ല, ഡിപ്ലോമയും കംപ്ലീറ്റ് ചെയ്തിട്ടില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയായി പോയി. മേട്ടുപ്പാളയത്തിലാണ് പഠിച്ചത്. മേട്ടുപ്പാളയം ഇസ് ജസ്റ്റ് ഓൺ ദ ഡൗൺ ഓഫ് എൻട്രൻസ് ഓഫ് കോട്ടഗിരി. സോ അവിടെ പഠിച്ചിട്ട് 10th സ്റ്റാൻഡേർഡ് ഒക്കെ അവിടെ പഠിച്ച് +1 ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ട് പോയി പോളിടെക്നിക്കിൽ ഇട്ടപ്പോൾ ഈ വാണ്ടഡ് ടു മേക്ക് മീ എ ബ്രേക്ക് ഇൻസ്പെക്ടർ. അതാണ് പ്രോബ്ലം വന്നത് അവിടെ. പിന്നെ ഞാൻ അതിനുശേഷം ഐ കംപ്ലീറ്റഡ് മൈ കോഴ്സ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് 3 years, ബട്ട് ഐ ഡിഡ്ന്റ് കംപ്ലീറ്റ് മൈ ഡിപ്ലോമ. അത് ഇതുവരെ ചെയ്യാൻ പറ്റുന്നില്ല. ആ സമയത്ത് ഒരു മേട്ടുപ്പാളയം ടീമിൽ കളിച്ചുകൊണ്ടിരുന്നു. പിന്നെ അവിടെ നിന്ന് കോയമ്പത്തൂരിൽ ലക്ഷ്മി മിൽസ് ഫാബ്രിക്സ്, അതിലാണ് ഞാൻ ആസ് എ ഗസ്റ്റ് പ്ലെയർ ആയിട്ട് കളിച്ചതും. അവിടെ നിന്നാണ് എനിക്ക് കോയമ്പത്തൂർ ഡിസ്ട്രിക്ട്സ് സെലക്ഷൻ കിട്ടിയിട്ടും അവിടെ നിന്ന് തമിഴ്നാട് സ്റ്റേറ്റ് യൂത്തും ജൂനിയറും ഒക്കെ കളിച്ചിട്ട് 91 when I was in Pondicherry representing first Indian youth under 21, അതാണ് ഫസ്റ്റ് യൂത്ത് 91 സ്റ്റാർട്ട് ആയത്. അപ്പോൾ അത് under 21 ഗുഡ് നൈറ്റ് ട്രോഫിന് ഓർഗനൈസ് ചെയ്തു. അപ്പൊ ആ സൗത്ത് സോണിൽ കർണാടക, ആന്ധ്ര, ലൈക്ക് കർണാടക, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്, കേരള എല്ലാം ഈ പോണ്ടിച്ചേരി എല്ലാം ഉണ്ടല്ലോ. അപ്പൊ ഈ സൗത്ത് സോണിൽ നടക്കുമ്പോൾ അവിടെ 91 വന്നു. അപ്പൊ ഈ 87 ആഫ്റ്റർ ഡാഡ് പാസ് അവേ ടിൽ 91 സ്ട്രഗിൾ തന്നെ. ഇതിന്റെ ഇടയ്ക്ക് മമ്മിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ വന്നു. സോ ഐ വാസ് ലിറ്ററലി വറീഡ് അബൌട്ട് ടേക്കിംഗ് കെയർ. അപ്പോൾ അന്നത്തെ കാലഘട്ടത്തിൽ പൈസ ഒക്കെ കുറെ വേണമായിരുന്നു. സോ ഐ വെന്റ് ഫോർ ജോബ് ഇൻ കോയമ്പത്തൂർ. ജോബിൽ പോയിട്ട് പിന്നെ കളിച്ചുകൊണ്ടിരുന്നു. പിന്നെ അവിടെ നിന്ന് വെൻ ഐ വെന്റ് പ്ലേ under 21 ഇത് ആഫ്റ്റർ ദ ഫൈനൽ മാച്ച് ആർമി EME ഇലക്ട്രിക്കൽ ആൻഡ് മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സ് ആ ഒരു വിങ്, ആർമിയുടെ വിങ് സെക്കൻഡറാബാദാണ് അതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ്. അവിടെ നിന്ന് ഫുട്ബോൾ ടീമിൽ സെലക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് കോച്ചസ് വന്നു. കോച്ചസും സീനിയർ പ്ലേയേഴ്സും കോച്ചസ് ഒക്കെ വന്നു. അവിടെ വന്ന് കണ്ടിട്ട് അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു എനിക്ക് ആർമിയിൽ ജോയിൻ ചെയ്യാൻ പറ്റുമോ. എൻ്റെ ഗെയിം നോക്കി ജോയിൻ ചെയ്യുന്നു. അപ്പോൾ ഞാൻ ആ ചോദ്യം അവന്മാർ തീർത്തിട്ടില്ല. ഞാൻ എസിന് കൈപോക്കി. കാരണം എനിക്ക് I was badly in need of a job. കോയമ്പത്തൂരിൽ ലീഗ് കളിക്കുമ്പോൾ എന്റെ കാല് ഫ്രാക്ചർ ആയി. ആ ഫ്രാക്ചറിന്റെ POP കൂടെ അതിന്റെ ഡേറ്റ് ആയിട്ടില്ല. പക്ഷെ മമ്മിയാണ് റൂമിൽ വീട്ടിൽ വെച്ച് അതിന് ആക്സപ്ലേഡ് വെച്ച് കട്ട് ചെയ്തിട്ടാണ് ഞാൻ ഈ ക്യാമ്പിൽ പോയി ജോയിൻ ചെയ്തിട്ട് ഗ്രേറ്റ് കോച്ച് സേതുമാധവൻ കോച്ച് സാറിന്റെ അണ്ടറിലാണ് ഞാൻ നേവിയിൽ ക്യാമ്പിലുണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് പോയത്. സോ ഇറ്റ് വാസ് ലൈക്ക് വെരി സ്ട്രഗ്ലിംഗ് പീരീഡ്, ബട്ട് ദ എൻഡ് വാസ് ഫ്രൂട്ട്ഫുൾ. അപ്പൊ അവിടെ നിന്ന് നേരെ വീട്ടിൽ വന്നിട്ട് ഇങ്ങനെ ഹൈദരാബാദില് ഞങ്ങളുടെ വില്ലേജിൽ ആരും പട്ടാളത്തിലില്ല. ഐ എം ദ ഫസ്റ്റ് വൺ ടു ഗോ ഫോർ ആർമി. അത് അങ്ങനെ ആകുമ്പോ എന്റെ തൊട്ടടുത്ത വില്ലേജിൽ എന്റെ ഒരു സീനിയർ പോയിട്ടുണ്ടായിരുന്നു, ഈ ഫ്രണ്ട് തന്നെ. അപ്പൊ ഞാന് അതിന്റെ ഒരു നല്ലൊരു ജോക്ക് ഉണ്ട്, പിന്നെ പറയാം. സോ ഇവിടെ വന്നിട്ട് കേം ഹോം ഇങ്ങനെ ഒരു സെലക്ഷൻ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോ അവന്മാർ ദേ ഗേവ് വെരി ഷോർട്ട് ടൈം ടു ജോയിൻ. എല്ലാ കാര്യങ്ങളും വിട്ടുകൊടുത്തു. അപ്പൊ ഇവിടെ വന്ന് മമ്മി എടുത്ത് പറഞ്ഞപ്പോ മമ്മി പറഞ്ഞ് എന്താണ്, ഞാൻ പറഞ്ഞു പട്ടാളം എന്ന് പറഞ്ഞാൽ ഒരിക്കലും സമ്മതിക്കില്ല.
ഹൈദരാബാദിലെ ഒരു ഫാക്ടറിയുടെ ടീമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ പോയിട്ട് വാന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഹൈദരാബാദിൽ വന്ന് വിതിൻ 5 days റീച്ച് ആയി ആർമിയിൽ ജോയിൻ ചെയ്തു. സിഗ്നേച്ചർ ഇട്ട് കുറേ സിഗ്നേച്ചർ ഇട്ട് ജോയിൻ ചെയ്തു. സോ അവിടെ ഉള്ള ഇതിൽ ആ സമയത്ത് ഉണ്ടായിരുന്നതെല്ലാം ഹാഫ് ഓഫ് ദ ടീം വാസ് ലൈക്ക് മലയാളി, ഹാഫ് ഓഫ് ദ ടീം വാസ് ലൈക്ക് ബംഗാളീസ്. ട്രിവാൻഡ്രത്ത് കുറെ എൻ്റെ സീനിയർ പ്ലേയേഴ്സ് ഉണ്ടായിരുന്നു. അവന്മാർ പിന്നെ എൻ്റെ കോച്ചും കൂടെ ആയി, ലൈക്ക് എഡിസൺ, സ്റ്റെറൻ, ബ്ലാക്സൺ, അനിൽ, കുറെ പ്ലേയേഴ്സ് ഉണ്ടായിരുന്നു. ദേ വർ ഓൾ വെരി വെരി ടാലന്റഡ് പ്ലേയേഴ്സ് ആ സമയത്ത്. സോ അങ്ങനെ പോയി അവിടെ ജോയിൻ ചെയ്ത ശേഷം വീട്ടിൽ ഞാൻ ജോയിൻ ചെയ്തെന്ന് പറഞ്ഞു. പിന്നെ 6 മാസം വന്നിട്ടേ ഇല്ല. ദെൻ ഐ ഹാഡ് ഓപ്പർച്യൂണിറ്റി. ഈ ആർമിയിൽ കിട്ടിയ ഈ ഒരു കോർ വാല്യൂസും അവിടുന്ന് കിട്ടിയിട്ടുള്ള സ്ട്രിക്റ്റ് ആയിട്ടുള്ള ആ ഒരു എക്സ്പീരിയൻസ് ആണോ ഈ പിന്നീട് റെഫറി ആയപ്പോഴത്തേനും ഒരു ഡിസിഷൻ മേക്ക് ചെയ്യാനും അല്ലെങ്കിൽ ഒരു റെഫറി ആകുന്നതിനുള്ള ഒരു ചേഞ്ച് ഉണ്ടാക്കിയെടുത്തത് അതാണോ? അതായിരിക്കും. അങ്ങനെ പറയാൻ പറ്റത്തില്ല. ജോയിൻ ചെയ്ത ശേഷം അമ്മയുടെ അസുഖത്തിന്റെ ഇതില് കുറെ പൈസയുടെ കാര്യം വന്നപ്പോൾ ആ സമയത്ത് ചാലഞ്ചിങ് ടൈം, പൈസ മാത്രം കളിച്ചോണ്ടിരുന്നു. അവിടെയും സർവീസസ് കളിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയായിപ്പോയി. ഇൻസ്പൈറ്റ് ഓഫ് ഞാൻ ആരും കുറ്റം പറയുന്നില്ല, ബിക്കോസ് വി കനോട്ട് ചാലഞ്ച് ദ സിസ്റ്റം. എവിടെ ഏത് ഓർഗനൈസേഷൻ ആയാലും ഇഫ് യു വാണ്ട് ടു ചാലഞ്ച് ദ സിസ്റ്റം യു നീഡ് ടു ഫേസ് അലോൺ ആൻഡ് യു മേ ബി സെഗ്രിഗേറ്റഡ്. അങ്ങനെയാണ് ഇന്നത്തെ അവസ്ഥയും അന്നത്തെ അവസ്ഥയും. അതുകൊണ്ട് ഞാൻ instead of blaming someone, let me change myself and find some other way to get myself in a comfortable zone. അങ്ങനെയാണ് ഞാൻ 95 സന്തോഷ് ട്രോഫി സർവീസസ് കളിക്കാൻ പറ്റില്ല. തമിഴ്നാട്ടിലിരുന്ന് സന്തോഷ് ട്രോഫി കളിച്ചിട്ടില്ല, സർവീസസ് പോയ ശേഷം കളിച്ചിട്ടില്ല. സോ ഇതിനു ശേഷം ഇന്ത്യയുടെ ഒരു ഹോപ്പ് വിട്ടുപോയി. അപ്പോൾ നമ്മുടെ ഈ ഫിറ്റ്നസും നമ്മുടെ നോളജും വേറെ ഇതിൽ യൂസ് ചെയ്യാം. അപ്പോൾ റെഫറിംഗിൽ യൂസ് ചെയ്ത് അറ്റ്ലീസ്റ്റ് കുറച്ച് പൈസ എങ്കിലും കിട്ടും. പൈസക്ക് വേണ്ടിയിട്ടാണ് ഞാൻ റെഫറിങ് എടുത്തത്. ടു ബി വെരി ഓണസ്റ്റ്, പൈസക്ക് വേണ്ടിയിട്ടാണ് റെഫറിങ് എടുത്തത്. എല്ലാരും പറയും പാഷനും മറ്റേതും അത് ഇത്. പക്ഷെ എനിക്ക് പൈസയുടെ ആവശ്യം ഉണ്ടായിരുന്നു. ഞാൻ എന്റെ അന്ന് പൈസയുടെ ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോ ഞാൻ ബിക്കോസ് ആ 93 എന്റെ മമ്മി പാസ്ഡ് അവേ. അപ്പൊ അതിനുശേഷം കുറെ കടൻ ഉണ്ടായിരുന്നു. ഐ ഹാവ് ടു ടേക്ക് ദ റെസ്പോൺസിബിലിറ്റി. ആൻഡ് എന്റെ ഫാമിലിയിൽ ദ ഓൺലി ഗവൺമെന്റ് സെർവന്റ് വാസ് മീ. വേറെ ആരില്ല, ബ്രദേഴ്സ് സിസ്റ്റേഴ്സ്, ഒരു സിസ്റ്റർ മാത്രമുണ്ട്, ആരില്ല. അപ്പോൾ ആ സമയത്ത് ഇറ്റ് വാസ് റിയലി ചാലഞ്ചിങ് ആൻഡ് ഐ ഹാഡ് ടു ടേക്ക് എ കോൾ. അപ്പോൾ ഞാൻ പറഞ്ഞ് ഇങ്ങനെ ടീമിൽ എനിക്കിനി നിൽക്കാൻ പറ്റത്തില്ല, എക്സ്പെൻഡിച്ചർ കൂടുതലാണ്. സോ ഐ വോണ്ട് ടു ഏൺ സം മണി, സോ ഐ വോണ്ട് ടു ഡു റെഫറിംഗ്. അപ്പൊ അങ്ങനെയാണ് റെഫറിംഗ് ചൂസ് ചെയ്തു. അങ്ങനെ ഒരു സ്ട്രഗിളിന്റെ പുറത്ത് ഇത് വേണമെന്ന് പറഞ്ഞെടുത്ത ഒരു റെഫറിംഗ് ഫീൽഡ് പിന്നീട് അതൊരു പാഷനായിട്ട് മാറിയില്ലേ? പാഷനായിട്ട് മാറിയിട്ടേ അല്ല, എനിക്ക് പാഷനായിട്ട് മാറിയിട്ടേ അല്ല. ഇറ്റ്സ് മൈ ഡ്യൂട്ടി, ഐ ലവ് ഇറ്റ്, ഐ എം ഡൂയിങ്. അതിന് പാഷൻ എന്ന് പറയാൻ പറ്റില്ല. ഓൺലി ഐ ഡു ഫോർ മണി. എന്റെ സർവീസ് ഞാൻ കൊടുക്കുന്നു, എനിക്ക് എന്റെ ഫിറ്റ്നസ് കൊടുക്കുന്നു, ഐ എം യൂസിങ് മൈ ബോഡി ടു ഡു തിങ്സ്. ഐ എം വാട്ട് എവർ ഇസ് been assigned for me, I do it, give my 100%. അപ്പൊ എനിക്ക് I try to give my 200% so that അതൊരു നല്ലൊരു തീരുമാനമാകുമ്പോൾ ഡെഫിനറ്റ്ലി ദേ നീഡ് മൈ സർവീസ്. വീണ്ടും വിളിക്കും. അപ്പൊ വീണ്ടും എന്നെ വിളിച്ചോണ്ടിരിക്കുമ്പോൾ ഐ ഡോണ്ട് റൺ ബിഹൈൻഡ് മണി കംസ് ടു മീ. അത്രേ എന്റെ ലോജിക്. വാട്ട് എവർ ഇസ് അസൈൻഡ് ഫോർ മീ, ഐ ഗിവൻ മൈ ബെസ്റ്റ് ഡ്യൂറിങ് മൈ കരിയർ ആസ് എ പ്ലെയർ, ആസ് എ റെഫറി. അപ്പോ എന്റെ സർവീസ് വേണം, നന്നായിട്ട് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്നെ വീണ്ടും അപ്പോയിന്റ് ചെയ്യുമ്പോൾ മണി ഈസ് കമ്മിങ്. അത്രേ ഉള്ളൂ. ഇതിൽ വേറെ ഒരു സ്പെഷ്യൽ ഇതില്ല. There's no shortcut or no backdoor entry. So ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഞാനിങ്ങനെ അർജുൻ എന്ന റെഫറിയാണ് ഞാൻ ഇന്റർവ്യൂ ചെയ്യുന്നത്. ഞങ്ങളുടെ കോൺവെർസേഷൻ അർജുൻ എന്ന റെഫറിയാണെന്ന് പറഞ്ഞപ്പോഴത്തേനും അർജുനെ അറിയാവുന്ന ഒരു ഫ്രണ്ട് എന്നോട് പറഞ്ഞത് ഈ ഒരു ചോദ്യം അർജുനോട് ചോദിക്കണം. അതായത് ഞങ്ങൾ കണ്ടിട്ടുള്ള റെഫറിമാരിൽ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട്, അതായത് ആ ഒരു റെഫറിക്ക് വേണ്ടിയ പോലത്തെ ഡ്രസ്സ് ഗ്രൗണ്ടിൽ ധരിച്ചിട്ട് വരുന്ന ഒരു റെഫറി അർജുനാണ്. ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് വരും. ഒരു ചെറിയ മാച്ച് ആണെങ്കിലും ശരി, വലിയ മാച്ച് ആണെങ്കിലും ശരി, പെർഫെക്റ്റ് ഡ്രസ്സിങ് ആയിരിക്കും എന്ന് പറഞ്ഞു. അപ്പൊ അത് ഈ ഒരു മനസ്സിൽ ഇത് ഉള്ളത് കൊണ്ടാണോ ഇങ്ങനെ എന്റെ ഡ്യൂട്ടി ഞാൻ ചെയ്യുന്നു, എനിക്ക് അവർ പേ ചെയ്യുന്നു, ഞാൻ അതിന് 100-200% കൊടുക്കണം, ആ ഒരു മനസ്സിൽ അത് എപ്പോഴും ഉള്ളത് കൊണ്ടാണ്, അത് കൊടുക്കണമെന്നുള്ള ഒരു ഇത് ഉള്ളത് കൊണ്ടാണ്? തീർച്ചയായിട്ടും. കാരണം ഞാൻ എപ്പോഴും ഇന്നായാലും ഏതെങ്കിലും ഒരു അസൈൻമെന്റ് വരിക, എന്റെ കാരണം കൊണ്ട് ആർക്കും ഒരു ബാധിപ്പ് വരരുത്. അപ്പോ ആ എന്റെ തെറ്റ്, എന്റെ ഒരു ചെറിയ മിസ്റ്റേക്കോ, ഒരു സില്ലി മിസ്റ്റേക്കോ, ഇല്ല ഒരു ബ്ലണ്ടറോ, എന്റെ ഒരു തെറ്റ് കാരണം കൊണ്ട് നോബഡി ഷുഡ് സഫർ. ഹൂവർ ഇസ് അസൈനിങ് ദർ പേയിങ് മീ ഫോർ മൈ റൈറ്റ് തിങ്സ്. അപ്പൊ എനിക്ക് ഇപ്പൊ എനിക്ക് ഏത് മാച്ച് ആയാലും ആ വിസില്, എത്ര ചെറിയ മാച്ച് ആയാലും വലിയ മാച്ച് ആയാലും, ആദ്യത്തെ വിസിൽ അടിക്കുമ്പോൾ
ഡെഫിനറ്റ്ലി ഐ ഹാവ് ബട്ടർഫ്ലൈസ് ഇൻ മൈ സ്റ്റമക്ക്. അതിന്റെ റീസൺ എന്താണ് പറഞ്ഞാൽ, ദൈവമേ ഇന്ന് എന്തായാലും തെറ്റ് സംഭവിക്കരുത്. അപ്പോൾ ആ തെറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യണോ അതൊക്കെ ഞാൻ ചെയ്തിരിക്കും. ഫുട്ബോളിന് പറയുമ്പോൾ മെയിൻ ഫിറ്റ്നസ് നമുക്ക് ആരും കൊടുക്കാൻ പറ്റത്തില്ല, അത് നമ്മൾ തന്നെ വെക്കണം. ബാക്കി കാര്യങ്ങൾ നമുക്ക് കിട്ടും, നല്ല ഡിസിഷൻ കിട്ടും, നല്ല മെന്റർഷിപ്പ് കിട്ടും, നല്ല സൈക്കോളജിസ്റ്റ് കിട്ടും, നല്ല വീഡിയോ അനലിസിസ് കിട്ടും. അവന്മാർ നമ്മുടെ തെറ്റ് ചെയ്ത ശേഷം നമ്മളെ പറയും, ഇനി ഈ തെറ്റ് ഇങ്ങനെ ചെയ്തു, അടുത്ത മാച്ചിൽ ചെയ്യരുതെന്ന് പറയും. പക്ഷെ ഫിറ്റ്നസ് ആരും കൊടുക്കാൻ പറ്റില്ല, അത് നമ്മൾ തന്നെ എടുക്കണം. ആ ഒരു കാര്യത്തിൽ ഞാൻ ഇപ്പോഴും ഫിറ്റ്നസിന്റെ കാര്യത്തിൽ ഇറ്റ്സ് ഗുഡ് ഓൾവേസ്. വി വിൽ ഹാവ് എ ഗുഡ് ഹെൽത്ത്, സൗണ്ട് ബോഡി, സൗണ്ട് മൈൻഡ്. ഇൻട്രസ്റ്റിംഗ് ഫിറ്റ്നസ് എന്ന് പറയുമ്പോൾ. ഈ ഫുട്ബോളിന്റെ സ്പെഷ്യലി റഫറിംഗ് എന്ന് പറയുമ്പോഴത്തേനും ഇപ്പൊ ഒരു സെക്കൻഡിന്റെ ഒരു ചെറിയൊരു അംശം കൊണ്ട് കളിയിലെ വലിയ തീരുമാനങ്ങൾ മാറ്റാൻ നമുക്ക് സാധ്യതയുള്ള ഒരു തരം അന്താരാഷ്ട്ര ടൂർണമെന്റ്, ഇന്റർനാഷണൽ ടൂർണമെന്റുകളൊക്കെ റഫറിയായി നിന്നിട്ടുണ്ട്. ഇപ്പൊ ഡ്യൂറാൻ കപ്പ് പോലെ അല്ലെങ്കിൽ AFC പോലെയുള്ള ടൂർണമെന്റുകളിൽ. ഇവിടെ ഈ AFC ചാമ്പ്യൻഷിപ്പ് പോലെയുള്ള വലിയ മത്സരങ്ങൾ കൺട്രോൾ ചെയ്യുമ്പോഴത്തേനും ഈ സ്റ്റേഡിയത്തിൽ വലിയ ബഹളങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. കളിക്കാര് ചിലപ്പോ അവര് പ്രതിഷേധിക്കാറുണ്ട്, അവര് പുറത്തു നിന്നുള്ള എന്തെങ്കിലും അവരുടെയൊക്കെ ഒരു സമ്മർദ്ദങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇപ്പൊ ഇതിനെ എല്ലാത്തിനെയും മറികടന്നുകൊണ്ട് ഇതെല്ലാം എങ്ങനെയാണ് കോമ്പൻസേറ്റ് ചെയ്ത്, അല്ലെങ്കിൽ ഇതെല്ലാം എങ്ങനെയാണ് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നത്? നമ്മള് ഒരു റെഫറിങ്ങിന് അസൈൻമെന്റ് കിട്ടി ഗ്രൗണ്ടിൽ ഇറങ്ങുമ്പോൾ നമ്മൾ അതിന്റെ കോൺസിക്വൻസസ് നോക്കി പോയാൽ നമ്മുടെ ഡിസിഷൻസ് ഉറപ്പായിട്ട് തെറ്റാവും. ഇപ്പൊ മാഡം പറഞ്ഞ വാക്ക് തന്നെ കോമ്പൻസേഷൻ ആവും. ഇവിടെ ഒരെണ്ണം കൊടുത്താൽ അവിടെ ഒരെണ്ണം കൊടുക്കുക, കോമ്പൻസേഷൻ. അത് ഒരിക്കലും പാടില്ല. കോൺസിക്വൻസസ് എന്ത് വേണമെങ്കിലായ നമ്മൾ ആസ് എ ഹ്യൂമൻ റെഫറി ഡെഫിനറ്റ്ലി ഹ്യൂമൻ എറർ വരും. നമ്മൾ മെഷീൻ തന്നെ തെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഉറപ്പായിട്ട് തെറ്റ് ചെയ്യും. ബിക്കോസ് നമ്മൾ റോബോട്ട് അല്ല, എല്ലാ സ്ഥലത്തും ഓടി പോയിട്ട് CCTV ക്യാമറ പോലെ കണ്ടുകൊണ്ടിരിക്കാനായിട്ട്. ആ പർട്ടിക്കുലർ ടൈമിൽ നമ്മുടെ ബോഡി മൈൻഡ് കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്ത് കമാൻഡ് ചെയ്ത് നമ്മൾ ആ പർട്ടിക്കുലർ പ്ലേസിൽ പോയി അതിന് കണ്ട് അതിനെ അനലൈസ് ചെയ്തു അതിന് ഡിസിഷൻ എടുത്ത അക്കോർഡിംഗ് ടു ദ ലോസ് ഓഫ് ദ ഗെയിം, വിതിൻ ദ ഫ്രെയിം ഓഫ് ദ ലോ, വിത്ത് ദ സ്പിരിറ്റ് ഓഫ് ദ ഗെയിം. ഈ ഡിസിഷൻ നമ്മൾ എടുക്കുമ്പോൾ that should be appropriate to that particular situation. ലാസ്റ്റ് മാച്ചിൽ എന്താ സംഭവിച്ചാൽ അത് വെച്ച് എടുക്കാൻ പാടില്ല. ഈ ഡിസിഷൻ കൊടുത്താൽ അടുത്ത് എന്താകാൻ പോകണം അതും ആലോചിച്ചിട്ട് നമുക്ക് ആ ഡിസിഷൻ എടുക്കാൻ പറ്റില്ല. വാട്ട് യു സീ റിയാക്ട്. അതാണ് എന്റെ ഒരു സീനിയർ പറയും, മിസ്റ്റർ രവിശങ്കർ അഡ്വൈസ് ചെയ്യുന്നത്, വാട്ട് യു സീ ബ്ലോ, then your decision will be correct. If you start thinking, then red card will become to yellow card will become to no card എന്ന് പറയും. Because we think about the consequences. എന്താ പുറത്ത് പോകുമ്പോൾ ഇടിക്കുവോ എന്തെങ്കിലും പറയുവോ അതുപോലെ. സോ എന്റെ ഒരു റെഫറിംഗ് സ്റ്റൈല് ഐ ഹാവ് ഫേസ്ഡ് ഇനഫ് സ്ട്രഗിൾ ഡ്യൂറിംഗ് ദ ഗെയിം ഓൾസോ. അപ്പൊ കുറെ റെഫറിമാർ എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, എടാ നീ ഇതൊക്കെ കുറച്ച് ഫ്ലെക്സിബിൾ ആയിട്ട് പോകണോടാ, ഇങ്ങനെ പോകണോടാ, നീ പട്ടാളക്കാരനാണ്. ഞാൻ പറഞ്ഞ് സിർ കട്ടാ സക്ത സിർ ചുക്കാനീ സക്ത എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മള് എന്ത് വന്നാലും ഇടി മേടിക്കും, പക്ഷെ ഈ തീരുമാനം കൊടുത്തിരിക്കുന്നു. അങ്ങനെയാണ് ഒരു ഇൻസിഡന്റിൽ ജസ്റ്റ് 5 seconds ഉണ്ട് ഒരു ത്രോയിന്. ആ ത്രോയിനിൽ ഗോവയിൽ വെച്ച് മാച്ചാണ്. ത്രോയിൻ ഇട്ട് ആ 5 seconds എനിക്ക് എങ്ങനെ വേണമെങ്കിലും മാനേജ് ചെയ്യാൻ പറ്റും. ബട്ട് എനിക്ക് 5 seconds കളിപ്പിക്കും. 5 seconds ഒരു ത്രോയിൻ ഇട്ട് ഫ്ലിക്ക് ചെയ്ത് ഗോളായി, ഒരു ടീം റിലീഗേഷൻ ആയി, അടുത്ത ടീം ക്വാളിഫൈ ആയി. അവിടെ വെച്ചിട്ട് ഗ്രൗണ്ടിൽ നിന്ന് പുറത്ത് വന്നിട്ടേ ഇല്ല ഞങ്ങള്. അപ്പോ അങ്ങനത്തെ ഒരു അവസരം ഉണ്ടായിരുന്നു. ബട്ട് അക്കോർഡിംഗ് ടു ദ ലോ കറക്റ്റ് ആയിരുന്നു. ബട്ട് അന്നും ഏതൊരു ടീമായാലും നമ്മൾ ഒരു റെഫറിന്ന് പറയുമ്പോൾ റെഫറി ഇസ് നോട്ട് അറ്റ് ഓൾ ബാഡ്. ദേ ഡോണ്ട് ഗോ വിത്ത് പ്രീ ഡിസിസീവ് മൈൻഡ്. അവന്മാര് ഏത് മാച്ച്, എവറി മാച്ച് ഇസ് എ ന്യൂ മാച്ച് ഫോർ റെഫറി. ഇന്ന് നടന്ന ഇൻസിഡന്റ് നാളെ നടക്കുമെന്ന് പറയാൻ പറ്റില്ല. So different scenarios face ചെയ്യും. അപ്പൊ they go with a fresh mind. ഇന്നത്തെ ഡിസിഷൻ ഇന്നത്തെ മാച്ചസിൽ പറഞ്ഞ ഇൻസിഡൻസ് എനിക്ക് നന്നായിട്ട് ചെയ്യണം, അത്രേ അവന്മാർ പോകും. അപ്പൊ അങ്ങനെ പോകുമ്പോൾ തെറ്റ് സംഭവിച്ചാലും ഇപ്പൊ നമ്മൾ തെറ്റ് ചെയ്യാതെ തന്നെ ടീംസ് നമ്മളെ ബ്ലെയിം ചെയ്യും. അതേ ടീം തന്നെ പിറ്റേ ദിവസം ജയിച്ചാൽ നമ്മളെ താങ്ക്ലെസ് ജോബ്. And we have to respect referees, and then referees' decisions should be honored because they take a decision. അവന്മാരുടെ ഫാമിലി മെമ്പറിന് വേണ്ടിയിട്ട് കൂടെ അതുപോലെ ഡിസിഷൻ എടുത്തിരിക്കില്ല. അവന്മാർ അങ്ങനെയാണ് രണ്ട് ടീം അറിയാതെ ടീമുകൾ ഒരു ഈക്വൽ ഫെയർ ഡിസിഷൻ എടുക്കും. അപ്പോ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ തെറ്റ് സംഭവിക്കാം. ബ്ലണ്ടർ ചെയ്യാൻ പാടില്ല. വി ഡോണ്ട് അക്സെപ്റ്റ് റെഫറീസ് ടു ഡു ബ്ലണ്ടേഴ്സ്, but mistakes do happen. Okay. So ipo ee kazhinja nammal nokkumbo ee kazhinja korchu oru I can say like maybe over the last 2 decades technology wise aanengilum ഒരു പേസിംഗ് ആണെങ്കിലും റൂൾസ് ഇങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടേ ഇരിക്കുന്നു. ഫുട്ബോളിൽ വലിയ മാറ്റങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു റെഫറിയുടെ കാഴ്ചപ്പാടിൽ ഒരു റെഫറിയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുകയാണെങ്കിൽ അർജുൻ ഭയ്യയുടെ ഒരു അന്താരാഷ്ട്ര തലത്തില് സജീവമായിരുന്ന കാലത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇന്നത്തെ കാലത്ത് കളിയെ
എങ്ങനെയാണ് വിലയിരുത്തുന്നത്? കൂടുതൽ ബുദ്ധിമുട്ടായിട്ട് മാറിയിട്ടുണ്ടോ ഇപ്പൊ? അല്ല, റെഫറിങ് അന്നും റെഫറിങ് ഒരേ ഇത് തന്നെ, ഇന്നും റെഫറിങ് ഒരേ ഇത് തന്നെ. ബിക്കോസ് റെഫറി ഇസ് ദ ഫൈനൽ അതോറിറ്റി. ഇപ്പോ VAR വന്നിട്ടുണ്ട്, എക്സ്റ്റേണൽ സപ്പോർട്ട്സ്. എന്ത് എക്സ്റ്റേണൽ സപ്പോർട്ട് കൊടുത്താലും റെഫറി ആണ് ഡിസിഷൻ എടുക്കുന്നത്. സപ്പോർട്ട് ഈസ് ജസ്റ്റ് എ സപ്പോർട്ട് ടു മേക്ക് തിങ്സ് കറക്റ്റ്. ഒരു ഓപ്പർച്യൂണിറ്റി തെറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട്. ചില ദ ബോൾ ട്രാവൽസ് വെരി ഫാസ്റ്റർ ദാൻ ദ ഹ്യൂമൻ. ഒരു ഷോട്ട് അടിച്ചാൽ ഇങ്ങനെ പറന്നു പോകും, 50 മീറ്റർ പറന്നു. നമ്മൾ വി കനോട്ട് എക്സ്പെക്ട് ദ റെഫറി ടു സ്പ്രിന്റ് 50 meters ഇൻ എ ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡ് ആൻഡ് ടേക്ക് എ ഡിസിഷൻ. സോ ആ സിറ്റുവേഷനിൽ ഈ ടെക്നോളജി നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നു. പക്ഷെ ഈ ടെക്നോളജിയിലും നമുക്ക് സബ്ജക്റ്റീവ് ഡിസിഷൻസ് ഉണ്ട്, ഫാക്ച്വൽ ഡിസിഷൻ ഉണ്ട്. ഫാക്ച്വൽ ഡിസിഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ബ്ലൂ കളർ ടീഷർട്ട് ഇട്ടിട്ടുണ്ട്, അത്രേ ഉള്ളൂ. ഇത് ബ്ലൂ കളർ, ഇത് ഫാക്ച്വൽ ആണ്. പക്ഷെ സബ്ജക്റ്റീവ്, ഈ ബ്ലൂ കളറിൽ ബാക്ക് സൈഡിൽ തുളവുണ്ടായിരുന്നു, ഇത് ഫെയ്ഡ് ആയിരുന്നു, അത് ദാറ്റ് ഈസ് സബ്ജക്റ്റീവ്. സോ ഇങ്ങനത്തെ ഉള്ള ഇതിൽ ഓഫ് സൈഡ് സിറ്റുവേഷനിൽ മാഡം പറഞ്ഞതുപോലെ ഈ ഓഫ് സൈഡ് സിറ്റുവേഷനിലൊക്കെ സെമി ഓട്ടോമേറ്റഡ് ഓഫ് സൈഡ് ഇതൊക്കെ ആ ക്യാമറ ഒക്കെ ഈ പ്ലെയറിന്റെ ഒപ്പം തന്നെ, ബോളിന്റെ ഒപ്പം തന്നെ അത് മൂവ് ചെയ്യും ലൈനിലൊക്കെ. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് ആ പൊസിഷൻ എടുത്ത് കറക്റ്റ് ആയിട്ട് മൂവ് ചെയ്യുമ്പോൾ ടെക്നോളജിയിൽ വിത്ത് സോഫ്റ്റ്വെയർ ഇറ്റ് ഗീവ്സ് കറക്റ്റ് പൊസിഷൻ ഓഫ് ദി പ്ലെയർ. ഒരു ഓഫ് സൈഡിന് പറയുമ്പോൾ അറ്റാക്കർ പൊസിഷൻ ആണ്. ആ അറ്റാക്കർ പൊസിഷന് അവന്റെ ടീംമേറ്റ് ടച്ച് ചെയ്യുമ്പോൾ എവിടെയാണ് കൊടുത്തത്. ഇപ്പോ ഒരു അസിസ്റ്റന്റ് റെഫറിന്ന് പറയുമ്പോൾ, ഫോർ എക്സാമ്പിൾ, ഒരു ടച്ച് ലൈനിൽ ബോളിൽ ഈ കണ്ണും ഈ 2 കണ്ണും ഇങ്ങനെ ഈ ഷുഡ് ഹാവ് എ പെരിഫറൽ ലുക്ക്, ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യണം. ഭരതനാട്യം, കഥകളി ആൾക്കാരും അത്ര സ്പ്ലിറ്റ് ചെയ്യൂല. അപ്പൊ ഇവിടെ ബോൾ ഉണ്ടെങ്കിൽ ഇവിടുത്തെ ബോൾ നോക്കണം, അവിടുത്തെ ടച്ച് നോക്കണം, ഈ പൊസിഷൻ നോക്കണം. പാടാണ്. സംടൈംസ് ഇറ്റ് മേ ഹാപ്പൻ. അപ്പൊ അവിടെ ഒരു ചാലഞ്ച് ചെയ്താൽ ആ ടച്ച് ആരുടെ ടച്ച് ലാസ്റ്റില്, അവന്റെ ടീംമേറ്റ് തന്നെ ടച്ചോ ഇല്ല ഡിഫൻഡറുടെ ടച്ച് ആണോ, അത് നോക്കണം. 100% ഷുവർ ഡിസിഷൻ എന്ന് പറയാൻ പറ്റില്ല. അതുപോലെ നോർമലി ദേ ഗീവ് ഓൾ കറക്റ്റ് ഡിസിഷൻസ്. ബട്ട് ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ വേർ ഇറ്റ് ഈസ് ബിയോണ്ട് എക്സ്പെക്ടേഷൻ, നോൺ റൊട്ടീൻ ആയിട്ട് ഇരിക്കുമ്പോൾ അത് നമ്മൾ ടെക്നോളജിയെ സപ്പോർട്ട് ചെയ്യും. അപ്പൊ ആ ടെക്നോളജി മാത്രമല്ല, ടെക്നോളജി പോയി റിവ്യൂ ചെയ്തിട്ട് ഇഫ് ദ റെഫറി ഫീൽസ് നോ ദിസ് ഇസ് നോട്ട് കറക്റ്റ് എന്ന് പറഞ്ഞാൽ റെഫറി ഡിസിഷൻ തന്നെ, റെഫറീസ് ഡിസിഷൻ ഇസ് ഫൈനൽ. ദാറ്റ് ഈസ് സപ്പോർട്ടിങ് ഹിം. ഓക്കെ, ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്, ഈ ചിലപ്പോൾ കണ്ടിരിക്കൂല, പ്ലീസ് ഗോ ആൻഡ് ഹാവ് എ റിവ്യൂ. ആഫ്റ്റർ ദ റിവ്യൂ ഓൾസോ if he is not happy with the decision, it goes with his decision. So അങ്ങനെയാണ് അത് സപ്പോർട്ട് സിസ്റ്റം. പക്ഷെ അന്നും ബേസിക് തന്നെ ഉണ്ടായിരുന്നു, ഇന്നും ബേസിക് തന്നെ. അന്ന് ഗെയിം കമ്മ്യൂണിക്കേഷൻ വിത്ത് അതർ ഒഫീഷ്യൽസ്, അസിസ്റ്റന്റ് റെഫറി ഒക്കെ വിളിക്കും, റെഫറിയുടെ വിളിച്ചിട്ട് പേര് വിളിച്ചിട്ടോ അല്ലെങ്കിൽ റെഫറിനെ വിളിച്ചിട്ടോ ഓഫ് സൈഡ് എന്ന് പറയും. സോ ബേസിക് കമ്മ്യൂണിക്കേഷൻ, ബേസിക് കോൺടാക്ട്. ഇന്ന് സിസ്റ്റംസ് എല്ലാം മാറി. കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം. റെഫറി എവിടെയോ നോക്കിക്കൊണ്ടിരിക്കും, പക്ഷെ അവന്റെ ബാക്ക് സൈഡിൽ പൊക്കണ കൊടിക്ക് ടൈമിൽ വിസിൽ ചെയ്യും. ദാറ്റ് ഈസ് കമ്മ്യൂണിക്കേഷൻ. സോ ഇതൊക്കെ കുറച്ച് ഈസി ആക്കിയിട്ട് വന്നിട്ടുണ്ട്. 100% they don't depend on the external support. കാരണം ഡിസിഷൻ റെഫറി തന്നെ എടുക്കണം. അപ്പൊ ഇത് എന്തൊക്കെ തന്നെ ഇപ്പൊ നമ്മുടെ ഈ 2026 വരുന്ന ഫിഫ വേൾഡ് കപ്പിൽ ഇപ്പൊ എന്തൊക്കെ തന്നെ ഇപ്പൊ വാർ ആയാലും സെമി ഓട്ടോമേറ്റഡ് ഓഫ് സൈഡ് ട്രാക്കിംഗ് സിസ്റ്റം വന്നാലും ഫൈനൽ ഡിസിഷൻ ഷുഡ് ബി റെഫറി തന്നെ. അത് തന്നെയാണ് always referee's decision is final. സോ ഇപ്പൊ നമ്മൾ അപ്പൊ ഈ ഒരു കാര്യം വരുമ്പോഴത്തേനും കളിക്കളത്തിൽ ചില ഈ 90 മിനിറ്റ്സിന്റെ കളിയിൽ ചില മാനേജർമാരും പെട്ടെന്ന് റെഫറിമാരും തമ്മിൽ ഒരു ഉന്തും തള്ളും ഒക്കെ വരാറുണ്ട്. അവർ പെട്ടെന്ന് ഇങ്ങനെ പ്രൊവോക്കേറ്റഡ് ആയിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇതുപോലെ ഇങ്ങനെ ഈ വരുന്ന ഈ ഡിസിഷൻ മേക്കിങ്ങിന്റെ പ്രശ്നങ്ങൾ വരുമ്പോഴത്തേനും. അപ്പൊ കളിയിലെ ഈ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ ഉടൻ തന്നെ കാർഡ് എടുത്ത് ഇങ്ങനെ റെഡ് കാർഡ്, യെല്ലോ കാർഡ് കൊടുക്കാതെ ആ ഒരു സിറ്റുവേഷനെ കാം ഡൗൺ ചെയ്യാനായിട്ട് എന്തെങ്കിലും പിന്നെ അർജുൻ എന്നുള്ള ഒരു റെഫറിക്ക് ഒരു പ്രത്യേക എന്തെങ്കിലും തന്ത്രം ഉണ്ടോ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ഇതില് നമുക്ക് ഗെയിമിലെ സിറ്റുവേഷൻസ് നമ്മൾ ഏതൊരു സിറ്റുവേഷൻ നമ്മൾ പ്രിഡിക്റ്റ് ചെയ്ത് പോകണില്ല. ഇത് നമ്മൾ പ്രീ ഡിസിസീവ് ആയിട്ട് പോകണില്ല. ഇത് ഇങ്ങനെ ആവും, ഇത് ഇങ്ങനെ ലാസ്റ്റ് മാച്ച് ഇങ്ങനെ ചെയ്തു, ഈ മാച്ചും ചിലപ്പോൾ ഇങ്ങനെ ചെയ്തു. വി ഡോണ്ട് ഗോ വിത്ത് പ്രീ ഡിസിസീവ് മൈൻഡ്. നമ്മൾ അവിടെ പോകുമ്പോൾ സിറ്റുവേഷൻ മേ ഹാപ്പൻ, സിനാരിയോസ് മേ ചേഞ്ച് അക്കോർഡിംഗ് ടു ദ ടെമ്പറേച്ചർ ഓഫ് ദ മാച്ച്, റിസൾട്ട് ഓഫ് ദ മാച്ച്, എന്ത് വേണമെങ്കിലും സംഭവിക്കാം. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ റെഫറീസിന് ആകെ വേണ്ടിയത് ദി നീഡ് ടു ടേക്ക് എ കറേജിയസ് ഡിസിഷൻ വിച്ച് ഇസ് അപ്രോപ്രിയേറ്റ് ഫോർ ദാറ്റ് പർട്ടിക്കുലർ സിറ്റുവേഷൻ. അവിടെ നമ്മൾ വി ആർ നോട്ട് പണിഷിംഗ് എനി കോച്ച് ഓർ എനി പ്ലെയർ, വി ആർ പണിഷിംഗ് ദ അഫൻസ്. നമ്മൾ ഒരു പ്ലെയർ അവൻ ശരിയില്ല, അവനെ നമുക്ക് നോക്കാം, അങ്ങനെയല്ല, അവന്റെ തെറ്റ് മാത്രം നമ്മൾ നോക്കണുണ്ട്. സോ വി പണിഷ് ഓൺലി ദ അഫൻസ്, നോട്ട് ദ പ്ലെയർ. അപ്പൊ ആ അഫൻസ് ഇതാകുമ്പോൾ സിമ്പിൾ ആയിട്ട് പോകണമെന്ന് പറഞ്ഞാൽ വി നീഡ് ടു ഓൾവേസ്, ഞാൻ എന്റെ റെഫറിംഗ് ടൈമിൽ ഞാൻ നോക്കും,
which is manageable, definitely I will manage. Which is manageable for the good of the game, for the with the spirit of the game, manageable, I manage. But when it comes to law enforcement, അവിടെ തീരുമാനം എടുത്തിരിക്കും, whether it is disciplinary action or whatever it is, ആരെങ്കിലും ആയിക്കട്ടെ. ഇപ്പൊ കോച്ചസ് അത് നേരത്തെ അത് ഇല്ലാതിരുന്നു, അതിപ്പോ ഈ കഴിഞ്ഞ ഒരു 4-5 കൊല്ലം അതൊക്കെ വന്നത് officials can be cautioned and sent off. ടെക്നിക്കൽ ഏരിയയിലുള്ള ആരായാലും അവിടെ ഇൻവോൾവ്മെന്റ് ഉണ്ടെങ്കിൽ, ഇന്റർഫറൻസ് ഉണ്ടെങ്കിൽ, വാട്ട് എവർ ദ ഡിഗ്രി ഓഫ് ഇന്റർഫറൻസ് അക്കോർഡിംഗ്ലി അത് ലോസിൽ ചില ക്ലോസ് ഉണ്ട്. ഇത് ചെയ്ത വാർണിംഗ് കൊടുക്കണം, ഈ കാര്യങ്ങളൊക്കെ ചെയ്ത യെല്ലോ കാർഡ് കൊടുക്കണം, ഈ കാര്യങ്ങൾ ചെയ്ത റെഡ് കാർഡ് കൊടുക്കണം, അതുണ്ട്. അതുപോലെ റെഫറീസ് ചെയ്യും. ഇതിൽ ഒരു പ്രത്യേക ഇത് എന്ന് പറഞ്ഞാൽ ഡോക്ടർ മാത്രം, അവിടെ ഉള്ള ഫിസിയോ ഡോക്ടർ മാത്രം എന്തെങ്കിലും അങ്ങനെ ഒരു സിറ്റുവേഷൻ ഒന്ന് റെഡ് കാർഡ് ആയാൽ അപ്പൊ ആ ഡോക്ടറിന് പുറത്ത് വിട്ടാൽ അതിനുശേഷം ആ ടീമിൽ ആരും നോക്കാനായിട്ടിരിക്കുന്നത്. സോ അങ്ങനെ ഒരു ഡോക്ടറിനും അങ്ങനെ ആയാൽ ഹി കൻ ബി ദർ, സ്റ്റിൽ ബി ദർ ഇൻ ദ സേഫ്റ്റി ഓഫ് ദ പ്ലേയേഴ്സ്, അസസ്മെന്റ് ചെയ്യാം, ഇഞ്ചുറീസ് അസസ്മെന്റ്. ബട്ട് സ്ട്രോങ് ആക്ഷൻ അതിനുശേഷമാവും, റിപ്പോർട്ടിംഗ് ആവും, അതിനുശേഷമാവും. ഡോക്ടർ മാത്രം ആയാൽ, വേറെ ഒരു ഡോക്ടർ ഇല്ല എന്ന് പറഞ്ഞാൽ. ഡോക്ടർക്ക് എന്തിനാണ് റെഡ് കാർഡ് കൊടുക്കുന്നത്? അല്ല, ഡോക്ടർ ഈസ് എ ടീം മെമ്പർ, ഈസ് പാർട്ട് ഓഫ് ദ ടീം. അപ്പൊ ഡോക്ടർ അകത്ത് ചെന്നിട്ട് ഡോക്ടറും എന്തെങ്കിലും പറയാമല്ലോ റെഫറീസിന്. ഡോക്ടറും ഡെലിബറേറ്റ് ആയിട്ട് എന്തെങ്കിലും ഗെയിമിന് ഒരു പ്ലെയർ മൈനർ ഇഞ്ചുറി ആവുമ്പോ ആ ഡോക്ടർ അവിടെ ചെന്നിട്ട് അവൻ അവിടെ കടത്തി വെച്ച് അവിടെ തന്നെ ട്രീറ്റ്മെന്റ് എടുത്ത് പെർപ്പസ്ലി ഡിലേ ചെയ്യുമ്പോ റെഫറി ഒരു യെല്ലോ കാർഡ് കൊടുക്കും. ചിലപ്പോ അടുത്ത് വീണ്ടും അത് റിപ്പീറ്റ് ചെയ്താൽ വീണ്ടും യെല്ലോ കാർഡ് കൊടുത്താൽ റെഡ് കാർഡ് ആവും. അപ്പൊ അങ്ങനത്തെ ഒരു അവസരത്തിൽ ഈ ഡോക്ടറിന് വേറെ ഡോക്ടർ ഇല്ലെങ്കിൽ ഈ കൻ സ്റ്റിൽ ബി ഇൻ ദ ടെക്നിക്കൽ ഏരിയ ആൻഡ് ഫോർ ദ സേഫ്റ്റി ഓഫ് ദ പ്ലേയേഴ്സ് ഇല്ലെങ്കിൽ നമ്മളില്ല. അപ്പൊ പ്ലേയേഴ്സ് ഇമ്പോർട്ടന്റ്. അങ്ങനെ ഒരു ഇത്. അത് കൊള്ളാം. ഓക്കെ, ഇതെനിക്കൊരു ആദ്യത്തെ അറിവാണ്. ഇതിങ്ങനെ ഡോക്ടറുടെ ഈ ഒരു അവിടെ നിക്കാമെന്നുള്ളത് എനിക്ക് ആദ്യത്തെ ഒരു അറിവാണ്. നിക്കാം ഇല്ല, ലോ നേരത്തെ നിക്കാൻ പറ്റില്ല. പിന്നെ ഇങ്ങനെയാണ് അമെന്റ്മെന്റ്സ് ഇഫാബ് IFAB അമെന്റ്മെന്റ്സ് കൊണ്ടുവരുന്നത്. ഇപ്പൊ സാധാരണ ഒരു ഗോൾ കീപ്പറാണ് ഇപ്പോ ഒരു ക്യാപ്റ്റൻസി എന്ന് പറഞ്ഞിട്ട് ഒരു ക്യാപ്റ്റൻ ഷുഡ് ബി മസ്റ്റ് എന്ന് പറഞ്ഞു. ഒരു ക്യാപ്റ്റൻ എന്ന് പറഞ്ഞാൽ അതിന്റെ ആംബാൻഡ് ആരൊക്കെ കയ്യിലുണ്ട് അതാണ് ക്യാപ്റ്റൻ. അപ്പൊ അങ്ങനെ ആവുമ്പോ ഒരു ഗോൾ കീപ്പർ ക്യാപ്റ്റൻ ഇരിക്കാമല്ലോ. അപ്പൊ ആ ഗോൾ കീപ്പർ ക്യാപ്റ്റൻ ഇരിക്കുമ്പോ ആ ഗോൾ കീപ്പർ എല്ലാ സമയവും ഓടി ചെന്ന് അപ്പുറത്ത് ഗോൾ കീപ്പർ ഈ സൈഡിൽ നിൽക്കുന്നു. ഈ സൈഡിൽ നടക്കുന്ന ഫൗളിന് ഈ ഗോൾ കീപ്പർ ഇവിടെ നിന്ന് പോയി റെഫറി എടുത്ത് ചോദിക്കോ. അപ്പൊ ചോദിച്ചിട്ട് ഈ 100 മീറ്റർ വീണ്ടും ട്രാവൽ ചെയ്തിട്ട് ഇങ്ങോട്ട് വന്ന് അവന്റെ പൊസിഷൻ എടുക്കുക. സോ അതുകൊണ്ട് വീണ്ടും ലോ അമെൻഡ് ചെയ്തു. ഓക്കെ, ഇഫ് ദ ഗോൾ കീപ്പർ ഇസ് ദ ക്യാപ്റ്റൻ, ഹി കൻ നോമിനേറ്റ് എനി ഓഫ് ഹിസ് പ്ലെയർ, ടോക്ക് ടു ദ റെഫറി, ask the referee. So അങ്ങനെ changes ഒക്കെ, see whatever changes they do for the betterment of football, enjoyment of football, safety of the players, for respect of the game and the referees. ഇതാണ് amendments വരുന്നത്. കുറെ കാര്യങ്ങളൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. അത് മാത്രം കുറെ ചേഞ്ചസ്, ഒவ்வொரு ചെറിയ ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കണം. ഇപ്പോ ടീംസ് തന്നെ ഇപ്പൊ ഈ വേൾഡ് കപ്പിൽ നോക്കുമ്പോൾ കുറെ ചേഞ്ചസ് ഉണ്ട്. ഇപ്പൊ തന്നെ ലോ അമെൻഡ് ആയി. അത് പക്ഷെ അത് വേൾഡ് കപ്പിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകണം. അപ്പൊ അങ്ങനെ അതിന്റെ റീസൺ എന്താന്ന് പറഞ്ഞാൽ അൺവാണ്ടഡ് ഡിലേസ്, അൺവാണ്ടഡ് ഇത് നമുക്ക് ഒരു റെഫറിന്റെ നിലയിൽ ഇപ്പൊ ഒരു ടീം മനഃപൂർവ്വമായിട്ട് ഒരു ഗോൾ ലീഡിങ്ങിലുണ്ട്, ഒരു 10 പ്രാവശ്യം ഒരു ഡിലേ ചെയ്യുന്നു, ഒരു ഫേക്ക് ഇഞ്ചുറീസ് അങ്ങനെയൊക്കെ ചെയ്യുന്നു. അപ്പൊ അത് ചെയ്യുമ്പോൾ നമുക്ക് 10 നിമിഷം കൊടുക്കാം ഒരു റെഫറി ആയിട്ട്. വേസ്റ്റേജ് ടൈം, മിനിമം വേസ്റ്റേജ് ടൈം 10 നിമിഷം കൊടുക്കാം. ആ പർട്ടിക്കുലർ മോമെന്റ് ആ ടെമ്പറമെന്റ് കൊടുക്കാൻ പറ്റില്ല, ആ ടെമ്പോ നമുക്ക് കൊടുക്കാൻ പറ്റില്ല. അപ്പോ യു ഷുഡ് ഹിറ്റ് ദ റോഡ് വെൻ ഇറ്റ് ഇസ് ഹോട്ട്, അല്ലെങ്കിൽ അത് ബെൻഡാവില്ല. അപ്പൊ അത് നമുക്ക് സമയം വേണമെങ്കിൽ കൊടുക്കാം, പക്ഷെ ആ പർട്ടിക്കുലർ ടെമ്പോ കൊടുക്കാൻ കിട്ടത്തില്ല. അതുകൊണ്ടാണ് ഇപ്പൊ ലോ അമെൻഡ് ചെയ്തു. ഇഫ് ദർ ഇസ് ഫേക്ക് ഇഞ്ചുറി, ദ പ്ലെയർ വിൽ കം ഔട്ട് ആൻഡ് ഹി വിൽ ബി 1 മിനിറ്റ് ഔട്ട്സൈഡ്. അപ്പൊ ആ 1 മിനിറ്റ് അടുത്ത ടീം ന്യൂമറിക്കൽ ഡിസഡ്വാൻറ്റേജ് ആയിട്ട് കളിക്കും, 11 versus 10. അപ്പൊ ആരും അങ്ങനെ ഫേക്ക് ചെയ്യൂല. അപ്പൊ ഗെയിം എത്ര പ്ലേയിങ് ടൈം കൂട്ടാൻ പറ്റുമോ, എത്ര ഫാസ്റ്റ് ചെയ്യാൻ പറ്റുമോ, അതാണ് ഈ ഇഫാബ് അനലൈസ് ചെയ്ത് അമെൻഡ് ചെയ്ത്. അല്ലെങ്കിൽ ഒരു പ്രാവശ്യം കോൺസ്റ്റിറ്റ്യൂഷൻ ലോ പോലെ എഴുതി വെച്ചാൽ അത് മതിയില്ല, എല്ലാ കൊല്ലം എന്തിനും ചേഞ്ച് ചെയ്യണം. ഇതാണ് അതിന്റെ ഒരു അത് കൊള്ളാം, അടിപൊളി. സോ ഇപ്പൊ നമ്മളിപ്പോ ഇത്രയും സംസാരിച്ചതിൽ നിന്ന് നമുക്ക് തിരിച്ച് വീണ്ടും നമ്മൾ നമ്മുടെ നീലഗിരീസിലേക്ക് പോകുമ്പോഴത്തേനും
ഈ അതാണ് കൂടുതൽ നമുക്ക് ഹൃദയത്തോട് ഒരുപാട് അടുപ്പമുള്ളതും അറ്റാച്ച് ആയിട്ടുള്ളതും നീലഗിരിയിലെ ആ ഒരു മലനിരകളും ഗ്രാമവും ഒക്കെ ഭയങ്കര ഇതാണെന്ന് അറിയാം. അവിടുത്തെ ആ ചെമ്പിളും അവിടുത്തെ ഉത്സവവും ഒക്കെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം. ബഡഗ കമ്മ്യൂണിറ്റിയുടെ ആ ഒരു ഭാഷ, എഴുതപ്പെടാത്ത ഒരു ലിപി, അതിന് അക്ഷരങ്ങളില്ല എന്ന് പറയപ്പെടുന്നുണ്ട്. നിങ്ങൾ സംസാരിക്കും, പക്ഷെ അതിന് എഴുത്തില്ല എന്നൊക്കെ പറയും. അപ്പൊ ഈ ഫുട്ബോളിലും ഹോക്കിക്കും ഇങ്ങനെ ഒത്തിരി ടാലന്റഡ് ആയിട്ടുള്ള ആൾക്കാരെയൊക്കെ ഇങ്ങനെ സംഭാവന ചെയ്യുന്ന മണ്ണാണ് നീലഗിരി. ഈ അവിടെ നിന്ന് വന്നിട്ടുള്ള അർജുൻ ഭയ്യ എന്താ പറയാ, ഹത്തൈ ഹബ്ബ എന്ന് പറയുന്ന ഒരു ഉത്സവം, മനോഹരമായ ഒരു സംസ്കാരം ഉള്ളതാണ്. ഇതൊക്കെ ഈ ഒരു ഡിജിറ്റൽ യുഗത്തില് ബഡഗ ഭാഷ, ഹത്തൈ ഹബ്ബ എന്ന് പറയുന്ന ആ ഉത്സവം, അങ്ങനെയുള്ള ഒരു സംസ്കാരത്തിൽ നിന്ന് വരുന്ന അർജുൻ ഭയ്യ, നിങ്ങളുടെ ആ ഒരു കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ആ ഒരു നിങ്ങളുടെ ഒരു കൾച്ചറും ആ പാരമ്പര്യങ്ങളും തമ്മില് ഇതെല്ലാം കൂടെ എങ്ങനെ ഒരുമിച്ച് കൊണ്ടുപോകുന്നു? ഈ ആർമിയുടെ ലൈഫ്, ഡൽഹിയിലുള്ള ജീവിതം, പിന്നെ ചെന്നൈയിലേക്കുള്ള മാറ്റി നടപ്പെടല്, ഇപ്പൊ കേരളത്തിലുള്ള ഈ താമസം, ഇതെല്ലാം കൂടെ എങ്ങനെയാണ് ഒരുമിച്ച് കൊണ്ടുപോകുന്നത്? ஒவ்வொரு സിറ്റുവേഷനിലും നമുക്ക് ഒவ்வொரு ചാലഞ്ചസ് വരുമ്പോൾ ടു ബി ഇൻ എ നട്ട്സെൽ വെരി സിമ്പിൾ ഒരു ഇത് പറഞ്ഞാൽ, ആസ് എ പേഴ്സൺ വി മേ ബി ഫാർ ഫ്രം എവരിബഡി ബട്ട് വി ആർ വെരി ക്ലോസ് ഇൻ ഹാർട്ട്. ആ ഒരു കാരണം കൊണ്ട് നമുക്ക് ആ ഒരു ഫീൽ വരത്തേ ഇല്ല. കാരണം നീലഗിരി ലൈഫ് എന്ന് പറഞ്ഞ അവിടെ ആ സ്ട്രഗ്ലിംഗ് ടൈമിൽ എനിക്ക് കോയമ്പത്തൂരിലാണ് വർക്ക് ചെയ്തിട്ട്, പിന്നെ മമ്മിയുടെ ട്രീറ്റ്മെന്റും ചെയ്തിട്ട്, പിന്നെ ഈ ലക്ഷ്മി മിൽസിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബാക്ക് ബോൺ ആയിട്ട് നിന്നത് എൻ്റെ ഒരു ഫ്രണ്ടും റിലേഷനും സീനിയറും കൂടെ, മിസ്റ്റർ കാരിയ എന്നാണ് പറഞ്ഞത്. ഈസ് എ മാസ്റ്റേഴ്സ് റണ്ണർ, ഇപ്പൊ 60+ ആയി, വെറ്ററൻ റണ്ണറാണ്, മാരത്തൺ റണ്ണറാണ്. പുള്ളിയാണ് വരും കോയമ്പത്തൂരിൽ വന്നിട്ട് അന്ന് പറഞ്ഞ അത് ഇപ്പോ വെരി ഇമോഷണൽ സ്റ്റോറീസ്, അത് ശരിയാവില്ല അത് പറഞ്ഞ. പക്ഷെ എന്തായാലും പുള്ളി കോത്തഗിരിയിൽ നിന്ന് കോയമ്പത്തൂരിൽ വന്ന മോർണിംഗ് ഒരു സിനിമ, ആഫ്റ്റർനൂൺ ഒരു സിനിമ, ഈവനിങ് ഒരു സിനിമ, നൈറ്റ് ഒരു സിനിമ. ഏത് സിനിമ കണ്ട് ഏത് ഹീറോ ഏത് ഹീറോയിനും ഒന്നും അറിയില്ല. 4 സിനിമ, ബിരിയാണി എല്ലാം എല്ലാ മന്തും ഇല്ല ഒരു ഫോർത്ത് നൈറ്റും നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് കരീന വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വന്ന അത്ര ഇത്. പിന്നെ നമുക്ക് അവിടുത്തെ സിറ്റുവേഷൻ വെരി ചാലഞ്ചബിൾ സിറ്റുവേഷൻ ആണ്. നമ്മുടെ പേയ്മെന്റും നമ്മുടെ മെയിൻ്റനൻസും, ഒരു ഷൂ കൂടെ മേടിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നപ്പോ മമ്മി ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നപ്പോഴാണ് ഇങ്ങനെ റിലേഷൻസ് വരുമ്പോ പൈസ കൊടുക്കൂല്ലേ കാണാനായിട്ട്. അപ്പൊ ഇങ്ങനെ പില്ലോടെ അടിയിലൊക്കെ വെക്കും. അപ്പൊ അവിടെ നിന്നാണ് എടുത്ത് തന്നിട്ട് ഞാൻ പോയി ഒരു നിവ്യ ബൂട്ട് മേടിച്ചിട്ട് കളിക്കാൻ പോയത്. അപ്പൊ അങ്ങനെയൊക്കെ എല്ലാ സിറ്റുവേഷനും ഉണ്ടായിരുന്നു. അന്ന് നമ്മുടെ അടുത്ത് പൈസ ഇല്ല, ഇന്ന് പൈസ ഉണ്ട്, മമ്മി ഇല്ല. അങ്ങനെയാണ് അതെല്ലാം ഒരു റോളർ കോസ്റ്റർ പോലെയല്ലേ ഭയ്യ? അപ്പൊ നമ്മളിങ്ങനെ പോയി വന്നുകൊണ്ടിരിക്കും. അപ്പൊ പാസിംഗ് ക്ലൗഡ്സ് ആണ്, നമ്മൾ ചാലഞ്ച് ചെയ്യണം. അപ്പൊ ആ നീലഗിരി ലൈഫില് ഇതുപോലത്തെ ഉണ്ടായിരുന്നു. പിന്നെ എന്റെ ബ്രദേഴ്സ് എല്ലാവരും സപ്പോർട്ടീവായിരുന്നു, എല്ലാ കാര്യത്തിലും സപ്പോർട്ടീവായിരുന്നു. ഇറ്റ്സ് ക്വൈറ്റ് നേച്ചുറൽ. മാരേജിന് ശേഷം എല്ലാം അത് ഡിഫറെന്റ് ആവും. ഫാമിലിയിൽ പുതിയ ആൾക്കാരെ ചോദിക്കാൻ വരായിരുന്നു, നിങ്ങളുടെ ഒരു കല്യാണവും നിങ്ങളുടെ ഒരു എന്താ പറയാ, അതിന്റെ ചോദിക്കേണ്ട ആവശ്യമില്ല, അത് അങ്ങനെ പോവും. എല്ലാവരുടെ വീട്ടിലും ഉണ്ടായിരിക്കും. അതെ അതെ അതെ, രണ്ടുപേരും സെയിം ഫീൽഡ്. ബെൻലെ ആണെങ്കിലും വളരെ, ബെൻലയോട് ഞങ്ങൾ സംസാരിച്ചപ്പോഴും ബെൻലെ എന്ന് പറഞ്ഞത് എന്റെ ഒരു പ്രൊഫഷണൽ വിജയത്തിന്റെ പിന്നിലുള്ള നെടുംതൂണെന്ന് പറയുന്നത് അർജുന്റെ സപ്പോർട്ടാണെന്ന് പറഞ്ഞു. അതുപോലെ അർജുൻ എന്ന് പറയുന്ന റെഫറിയോട് ചോദിച്ച അർജുനും പറയുന്നത് ബെൻലയുടെ സപ്പോർട്ടാണ്. രണ്ടുപേരും മാറി മാറി ഇങ്ങനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള ഈ ഒരു ജീവിതം, അത് അങ്ങനെ തന്നെ മുന്നോട്ട് പോകട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ രണ്ടുപേരെയും. ഇന്നത്തെ കാലത്ത് ഈ നമ്മളുടെ ഈ ചെറു പട്ടണങ്ങളിൽ ചെറിയ കമ്മ്യൂണിറ്റികളിൽ നിന്ന് വരുന്ന ചെറിയ അത്ലറ്റ്സുകളുണ്ട്, അല്ലെങ്കിൽ ചെറിയ കുട്ടികളൊക്കെ ഉണ്ട്. അവർക്കൊക്കെ ഒന്നും പല സ്ഥലങ്ങളിലും എത്തിപ്പെടാൻ പറ്റാത്ത ഒരു നിരാശ വരുന്നുണ്ട്. ഒരു സ്റ്റേറ്റ് കളിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് ഡിസ്ട്രിക്ട് കളിക്കാൻ പറ്റുന്നില്ല, സ്കൂൾ കളിക്കാൻ പറ്റുന്നില്ല എന്നുള്ള വിഷമം പിടിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ വിചാരിക്കുന്നവർക്ക് ഭയ്യയുടെ ഒരു രീതിയിലേക്ക് എന്തെങ്കിലും ഒരു അഡ്വൈസ്, എങ്ങനെ ഇതിനെ, ഈ ചാലഞ്ചസിനെ ഓവർകം ചെയ്യണം, അല്ലെങ്കിൽ എങ്ങനെ അവര് ഡൈവേർട്ട് ചെയ്ത് പോകണമെന്ന് എങ്ങനെ ഭയ്യക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും? ഇല്ല, ഇതില് ഇന്നത്തെ ഘട്ടത്തിൽ അത് പറയാൻ പറ്റില്ല. കാരണം അന്നാണ് ആ സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ഇന്ന് എവറിത്തിങ് ഈസ് ഓർഗനൈസ്ഡ്. ഇന്ന് യു നീഡ് ടു ഹാവ് ദ ഡിറ്റർമിനേഷൻ, യു നീഡ് ടു ഹാവ് ദ ഹങ്കർ ടു അച്ചീവ്. എല്ലാ ഇതുണ്ട്. ബിക്കോസ് ഇപ്പൊ എല്ലാം സിസ്റ്റമാറ്റിക് ആയി. ഏത് സ്പോർട്സ് ആയാലും, be it football or be it any other game discipline, like district level തൊട്ട് ഇന്ത്യ വരുന്നവരിലും എല്ലാം സിസ്റ്റമാറ്റിക് ആയിട്ടുണ്ട്, ചാനൽ വൈസ് ഉണ്ട്. അപ്പൊ അന്ന് അത് ഇല്ലാതിരുന്നു. അന്ന് there was nepotism, there was favorism, there was many things.
അന്ന് എല്ലാം ഉണ്ടായിരുന്നു. ഇന്ന് അത് ഇപ്പൊ ടാലന്റ് ഉണ്ടെങ്കിൽ യു ക്യാൻ എക്സാമ്പിൾ ഇപ്പൊ ഒരു ക്ലബിന് അന്ന് സോഷ്യൽ മീഡിയ അല്ല, ഇന്നൊരു ക്ലബിന് ഇപ്പൊ എനിക്ക് ട്രയൽസ് പോകാൻ പറ്റത്തില്ല, അവസരമില്ല, ബട്ട് യു ഹാഡ് ഓൾ ദ ക്വാളിറ്റീസ് ആൻഡ് ഓൾ ദ തിങ്സ്. ഇപ്പൊ നമുക്ക് തന്നെ നമ്മുടെ മാച്ചിന്റെ വീഡിയോ, നമ്മുടെ പെർഫോമൻസ് ഷൂട്ട് ചെയ്തിട്ട് നമുക്ക് ആ ക്ലബിന് പ്ലേസ് ഏജൻസ് ടാലന്റ് സ്കൗട്ടിന് കൊടുത്തു വിട്ട അവന്മാർ അത് നോക്കിയിട്ട് നമ്മൾ ട്രയൽസിൽ വിളിക്കും. അന്ന് അങ്ങനെയല്ലല്ലോ. അപ്പൊ ഇന്ന് യു ഡോണ്ട് ഹാവ് ടു ബ്ലെയിം ഫോർ any failure. You have to blame yourself for your failure. You have to work, you have to find the way. There is a way, you need to find it. അപ്പൊ അതുപോലെ ചാനൽ ബൈപാസ് ചെയ്യാൻ പാടില്ല. ഇറ്റ് ഹാസ് എവറിഥിങ് ഹാസ് എ ചാനൽ. അപ്പൊ you play your district, you play for your district. Either if you're school, play for your district. Definitely you perform in the district, you will go for the state. പിന്നെ അങ്ങനെയൊക്കെ പോകും ഏജ് കാറ്റഗറിയില്. അപ്പോ അവിടെ പെർഫോം ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇതാവില്ല, അവിടെ കൊണ്ട് എത്തിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ അത് വേറെ കാര്യം. അതില് I 100% go with your approach towards your own development. അതില് നമുക്ക് ഒന്നും പറയാനായിട്ടില്ല. അന്നും ഉണ്ടായിരുന്നു. യെസ്, മാഡം പറഞ്ഞതുപോലെ അന്നും ഉണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ വേറൊരു കാര്യം ചോദിച്ചാൽ, ഈ EMEയിൽ കളിച്ചിട്ട് വരുന്ന ആ റെജിമെന്റിൽ നിന്ന് വരുന്ന ആൾക്കാർ കൂടുതലും ഫുട്ബോൾ കളിച്ചിട്ടുള്ളവരെല്ലാരും തന്നെ ഈ ഒന്നുകിൽ കോച്ച് അല്ലെങ്കിൽ റെഫറി ആയിട്ടാണ് വരുന്നത്. ഇതില് ഈ EMEയിൽ എന്തെങ്കിലും രഹസ്യമുണ്ടോ? എന്താണ് എല്ലാരും അങ്ങനെ ആയി വരുന്നതിന്റെ രഹസ്യം എന്താണ്? ഇല്ല, EME ഇസ് എ കംപ്ലീറ്റ് ടെക്നിക്കൽ സപ്പോർട്ടിംഗ് സ്റ്റാഫാണ്. എല്ലാ വെപ്പൺസ്, വെഹിക്കിൾസ്, വാറിന് വേണ്ടിയിട്ട് എല്ലാം ബാക്കിൽ ചെയ്യുന്നത് ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സ് ആണ്. ഓക്കെ, ഈ അവസരത്തിൽ ഞാൻ പറയാം, ഞങ്ങളുടെ സ്പോർട്സ് പേഴ്സൺ എന്ന് പറയുന്നത് ബീറ്റ് എനി വിങ്, ആർമി, നേവി, എയർഫോഴ്സ്, ആരെങ്കിലും ആയിക്കോട്ടെ, ഇത്ര സ്പോർട്സ് പേഴ്സൺ പെർഫോം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഡ്യൂട്ടി വേറെ ആരോ അവിടെ രാത്രി കൊടുക്കുന്നു. ഞങ്ങളുടെ ബേർഡൻസ് അവന്മാർ ഷെയർ ചെയ്യുന്നു. ഓക്കെ, വി ആർ ഡൂയിങ് സംതിങ് ഫോർ ദ ഓർഗനൈസേഷൻ, ബട്ട് പേഴ്സണലി നോക്കുമ്പോൾ നമ്മുടെ നൈറ്റ് ഡ്യൂട്ടി അവന്മാർ ചെയ്യുന്നില്ല. നമ്മളവിടെ യൂണിറ്റിൽ ഇരുന്നാൽ നമ്മളെല്ലാം നൈറ്റ് ഡ്യൂട്ടി നോക്കണം, നമ്മുടെ ടേൺ വൈസിൽ. പക്ഷെ നമ്മുടെ നൈറ്റ് ഡ്യൂട്ടി അവന്മാർ നോക്കണം, നമ്മൾ പെർഫോം ചെയ്യുന്നു. അപ്പോ അവന്മാരിന് ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കണം. ബിക്കോസ് ഇറ്റ്സ് നോ വെയർ കമ്പാരബിൾ. അത് അങ്ങനത്തെ ഒരു ഓർഗനൈസേഷനാണ്. ദേ എൻകറേജ് സ്പോർട്സ് ആൻഡ് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് എൻകറേജ് ചെയ്യും, എല്ലാം ചെയ്യും. അതില് കഴിവുള്ള പിള്ളേരിന് മേളിലോട്ട് കൊണ്ടുവരും. ഈവൻ നോട്ട് ഓൺലി ഫോർ ദ സർവീസ് പേഴ്സൺസുടെ സിബ്ലിങ്സിന് കൂടെ, ലൈക്ക് ചിൽഡ്രൻസിന് കൂടെ, എല്ലാവരിനും. ഇപ്പോ ആർമിയിൽ തന്നെ ക്യാച്ച് ദം യങ് എന്ന് പറഞ്ഞിട്ട് വാട്ട് യു കോൾ ദാറ്റ് സ്കീംസ് ഒക്കെ ഉണ്ട്. ക്യാച്ച് ദം യങ്, മിഷൻ ഒളിമ്പിക്, ഇങ്ങനൊക്കെ ഉണ്ട്. അതില് ആരൊക്കെ ക്വാളിഫൈഡ് ഉള്ള പേരൻസിന്റെ കുട്ടികളുണ്ടോ, ആർമി പേഴ്സൺസിന്റെ കുട്ടികളുണ്ടോ, അവന്മാരിന് ട്രെയിനിങ്, സ്പെഷ്യൽ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. ഫണ്ട്സ് എല്ലാം ഉണ്ട്. അതുപോലെ ആർച്ചറിയില്, ഷൂട്ടിങ്ങിലൊക്കെ നമ്മുടെ പിള്ളേരാണ്, എക്സർവീസ്മെന്റിന്റെ പിള്ളേരൊക്കെ ഉണ്ട് ഇന്ത്യൻ ടീമിൽ. അപ്പൊ ഈ ക്യാച്ച് ദം യങ്, മിഷൻ ഒളിമ്പിക്, ഇങ്ങനെയാണ് ഇതൊക്കെ ഉണ്ട്, അതൊക്കെ ചെയ്യുന്നുണ്ട്. സോ ആർമി ഇസ് എ വെരി ബിഗ് ദിസ് തിങ്. ആൻഡ് ആർമി ഇപ്പൊ അത് അവിടെയും മാഡം പറഞ്ഞതുപോലെ ഫുട്ബോൾ പ്ലെയർ ഇസ് ഡെഫിനറ്റ്ലി ഗോയിങ് ടു ബിക്കം എ ഫുട്ബോൾ കോച്ച് ഓർ റെഫറി. അവന്റെ ചോയ്സ് അത് എല്ലാവരും ആവുന്നില്ല. ദ വൺ ഹു റിയലി വാണ്ടഡ് ടു ബി വിത്ത് ഫുട്ബോൾ ടിൽ ഹിസ് ഡെത്ത്, അവന്മാരാണ് അതാവുന്നത്. എല്ലാവരും അങ്ങനെ ആവുന്നില്ലല്ലോ, എല്ലാം വേറെ ചൂസ് ചെയ്തിട്ട് പോകും. പക്ഷെ ആർക്ക് ആ ഫുട്ബോൾ അവിടെ ബ്ലഡിൽ ഇഞ്ചക്ട് ചെയ്തിട്ടുണ്ടോ, ആ അഡിക്ഷൻ ഉണ്ടോ, അവന്മാർ അതിന്റെ ഒപ്പം തന്നെ പോകും. സോ ആർമിയില് ആ റെഫറി ആയ ശേഷവും എന്നെ കോച്ചുമാർ വിട്ടിട്ടില്ല. 12 years ഞാൻ കളിച്ചുകൊണ്ടാണ് ഇരുന്നത്. 2 അസൈൻമെന്റും പാരലൽ ആയിട്ട് കൊണ്ടുപോയി. അതാണ് ബോഡി നമ്മൾ ഓവർ സ്ട്രെയിൻ ചെയ്തത്. ആ സമയത്ത്, ആ കാലഘട്ടത്തിലാണ് ഞാൻ 96 തൊട്ട് 95 സ്റ്റാർട്ട് ചെയ്ത സമയം കൊണ്ട് നാഷണൽ റെഫറി ആയ ശേഷവും ടീമിനും കളിച്ചുകൊണ്ടിരുന്ന് ആ ടീമിന്റെ കോച്ചിന്റെ ട്രെയിനിങ് കംപ്ലീറ്റ് എടുക്കണം. അതിനുശേഷം റെഫറിന്റെ ടെക്നിക്കലാലിറ്റീസ് ട്രെയിൻ ചെയ്യണം. ഓവർ സ്ട്രെയിൻ ആയി, കുറെ കാര്യങ്ങളൊക്കെ അതായി, ഇഞ്ചുറീസ് ഒക്കെ ആയി. പക്ഷെ അൾട്ടിമേറ്റ്ലി ദ എൻഡ് ഓഫ് ദി ഡേ ഇറ്റ് വാസ് ലൈക്ക് വെരി ഫ്രൂട്ട്ഫുൾ. ആൻഡ് നമുക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്, ഞാൻ എന്തോ ചെയ്തിട്ടുണ്ട് ആ ഒരു സാറ്റിസ്ഫാക്ഷൻ. പിന്നെ ഞാൻ കംപ്ലീറ്റ് എന്നെ 2002 ഞാൻ നിർത്തി. 2002 ടീമിലിരുന്ന് ഞാൻ പോയി. ഐ കുഡിന്റ് ടേക്ക് ബോത്ത് ബിക്കോസ് നല്ലോണം പെർഫോമൻസ് ചെയ്യുമ്പോൾ റിപ്പീറ്റഡ് അസൈൻമെന്റ്സ് ആണ് എനിക്ക് ഫെഡറേഷനിൽ നിന്ന് കിട്ടിക്കൊണ്ടിരുന്നത്. അവിടെ മാച്ച്, ഇവിടെ മാച്ച്. ടീമിന് എനിക്ക് 100% കൊടുക്കാൻ പറ്റില്ലാത്ത ഒരു അവസ്ഥയായി.
അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ ഇവിടെ വെറുതെ ഇരിക്കുന്നത് കാട്ടിലും വേറെ ഒരു പ്ലെയർ വന്നാൽ ആ പ്ലെയറുടെ ഫ്യൂച്ചറെങ്കിലും നന്നായിരിക്കും. അപ്പോൾ ഒരു യങ് പ്ലെയർ ആരെങ്കിലും വരട്ടെ. അങ്ങനെയാണ്. അപ്പൊ എന്നെ തന്നെ പറഞ്ഞു, നീ പോയി ഇത് ടാലന്റ് സ്പോട്ടിൽ പോയിട്ട് വന്നു. അപ്പൊ അവിടെ ഇവിടെയൊക്കെ വിടുമ്പോഴാണ് ഞാനും കുറെ പ്ലെയേഴ്സിന് റിക്രൂട്ട്മെന്റിന് കൊണ്ടുവന്ന് കയറ്റിയിട്ടാണ് ഞാൻ ഫ്രീ ആയത്. പോയ ശേഷമാണ് അവിടെ നിന്ന് ഡൽഹി പോയിട്ടാണ് ഞാൻ ഫിഫ റെഫറി ആയത്. ബിക്കോസ് ഡൽഹി പോയ ശേഷം ഐ വാസ് ഓൺലി കോൺസെൻട്രേറ്റിംഗ് റെഫറി. അപ്പൊ അങ്ങനെയാണ് ഫിഫ റെഫറി ആയത്. ഈ ഡൽഹിയുടെ ജീവിതം പറയുമ്പോഴത്തേനും ഞാൻ ഒരു പിക്ചർ കാണിക്കാം. ഈ പിക്ചർ ഇതൊരു ഡൽഹിയിലുള്ള പിക്ചറാണ്. ഇത് കാണുമ്പോ ഇവിടെ ഈ പിക്ചർ ഡൽഹി പോലീസ് ടീമാണ്. ഇവരെ എപ്പോഴും ഒരു ഡൽഹി പോലീസിന്റെ അവന്മാരുടെ ബാച്ച്മേറ്റ്സ് ടൂർണമെന്റ് ഒക്കെ കണ്ടക്ട് ചെയ്യും. ഇതിലുള്ളത് 1, 2, 3, 4 ഇപ്പൊ 2 സ്റ്റാൻഡിംഗിൽ നടുക്കുള്ളത്. ഇപ്പുറത്ത് 3 അപ്പുറത്ത് നടുക്കുള്ളതാണ് എന്റെ ഫ്രണ്ട്. നോട്ട് ബോൺ ടു മൈ മോം, ബട്ട് അല്ലെങ്കിൽ ഈസ് ലൈക്ക് മൈ ബ്രദർ. ഡൽഹി പോലീസിന്റെ ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്യുമ്പോൾ ഒരു പ്രാവശ്യം സെക്കൻഡറാബാദിലോട്ട് വന്ന് അവിടെ ലാബിൽ വരുമ്പോൾ ഞങ്ങളുടെ മുറിയിലാണ് നിന്നത്. അപ്പോൾ ഞങ്ങളുടെ കോച്ച് ട്രിവാൻഡ്രം കോച്ചായിരുന്നു, കോച്ച് എഡിസൺ കോച്ച്. അപ്പൊ ആ കോച്ചിന്റെ ത്രൂ ആണ് ഇൻട്രൊഡ്യൂസ് ആയത്. അന്ന് ഇൻട്രൊഡ്യൂസ് ആയി, അത്രേ ഉള്ളൂ. അന്ന് ഇൻട്രൊഡ്യൂസ് ആയി. അതിനുശേഷം ഇപ്പോഴും കണ്ടിന്യൂ ആയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പൊ ഇവിടെ ഇല്ലെങ്കിലും എവിടെ നിന്നോ കണ്ടുകൊണ്ടിരിക്കുന്നു. ഇപ്പോ ആ ഒരു കണ്ടിന്യൂറ്റി ഇപ്പോൾ ഉണ്ട്. അപ്പോൾ ഞാൻ ഡൽഹി പോയ ശേഷം ഡൽഹിയിൽ കണ്ടിട്ട് പിന്നെ ഇറ്റ്സ് ലൈക്ക് ഓൾമോസ്റ്റ് ഫാമിലി മെമ്പേഴ്സ്. ഞാൻ എത്ര ദിവസം ഞാൻ എൻ്റെ യൂണിറ്റിൽ ഉറങ്ങിയിട്ടുണ്ടോ അതിന്റെ കാട്ടിലും കൂടുതൽ സമയം ഞാൻ റോബിന്റെ വീട്ടിലാണ് ഇരുന്നത്. ഇപ്പൊ പേര് റോബിൻ ആണ്, പക്ഷെ നാട്ടിലൊക്കെ വിളിക്കുന്നത് ബോബിനാണ് വിളിക്കുന്നത്. സോ ഈസ് മൈ ബെസ്റ്റ് ഫ്രണ്ട് ആൻഡ് ഫുട്ബോളർ. ഇതിൽ ഇനി ഒന്നും കൂടെ മെൻഷൻ ചെയ്യാനായിട്ട് ഇത് 1, 2 ഇവിടെ ഈ രണ്ടാമത്തതിൽ നിൽക്കുന്നത് ഞങ്ങളുടെ EMEയുടെ പ്ലെയർ ആണ്. ഇത് ചാൾസ് പെരേര. എനിക്ക് ട്രിവാൻഡ്രം ഇസ് ക്വൈറ്റ് ടച്ചിങ്. എന്റെ പ്ലെയേഴ്സ്, എന്റെ ടീമിന്റെ ഒപ്പം കളിച്ച എല്ലാ പ്ലെയേഴ്സും ഒരു 6 പ്ലെയർ, എല്ലാവരും 6 ലൈക്ക് 6-7 പ്ലെയേഴ്സ് ഫ്രം ട്രിവാൻഡ്രം. അപ്പൊ ഞാൻ 2001-2 ഒക്കെ ഈ SBT ഒരു ടീം ഉണ്ടായിരുന്നു ഐ ലീഗിൽ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രിവാൻകൂർ. അപ്പൊ ആ ടീമിന് ഞാൻ അവിടെ റെഫറിങ് ചെയ്യാനായിട്ട് വരുമ്പോൾ 10 days 15 days ഒക്കെ അങ്ങനെ അവിടെ ഇരുന്നിട്ടാണ് കുറെ മാച്ചസ് ഒക്കെ ചെയ്തിട്ട് വരുന്നത്. ആ സമയത്ത് ഞാൻ ഇവന്മാരുടെ വീട്ടിലേക്ക് പോവും. പിന്നെ അവിടെ കടപ്പുറത്തിൽ വലിയതുറ അവിടെ പോയി അറ്റ്ലീസ്റ്റ് ഐ എൻജോയ്ഡ് ലൈക്ക് ആ ബീച്ചൊക്കെ. നല്ല ഒരു ഇതായിരുന്നു, മെമ്മറിയാണ് എല്ലാം. ഒவ்வொரு ഫോട്ടോസൊക്കെ കാണുമ്പോൾ ഒவ்வொரு ഓൾഡ് മെമ്മറീസ് ആണ്, ഗോൾഡൻ മെമ്മറീസ്, അൺഫോർഗറ്റബിൾ. നെക്സ്റ്റ് നമുക്ക് നമ്മളുടെ ഇതിലേക്ക് വരുമ്പോഴത്തേനും ഇത്രയും മൈതാനങ്ങളിൽ ഒത്തിരി പല രാജ്യങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട്, ഒത്തിരി കളികൾ റെഫർ ചെയ്തിട്ടുണ്ട്. ഒരു മാച്ച് ഒരു ഇന്റർനാഷണൽ മാച്ചിലേക്ക് ലിസ്റ്റ് ചെയ്ത് വരുമ്പോഴത്തേനും അർജുൻ ഇന്ത്യ എന്ന പേര് കാണുമ്പോഴത്തേനും എന്താണ് ഒരു ലെഗസി കാണണമെന്ന് ആഗ്രഹിക്കുന്നത് അർജുൻ എന്ന് പറയുന്ന റഫറി? എന്റെ വില്ലേജിന്റെ പേര് ആ യൂണിവേഴ്സിന്റെ ഫിഫ ബുക്കിൽ വന്നത് തന്നെ ഒരു വലിയൊരു ഇതാണ്. ബിക്കോസ് ഇതിൽ കീഴാണ് 18 വരുന്നത് തന്നെ ലൈക്ക് സംതിങ് സംതിങ് ഫോർ മൈ വില്ലേജ്, സംതിങ് ഫോർ മൈ കമ്മ്യൂണിറ്റി ബടുക. ഇതില് അത് വരുമ്പോൾ ഈ ഫിഫ ബുക്കിൽ ഇപ്പൊ നോക്കിയാൽ 2006 ഫിഫ റെഫറി ആയിട്ട് 2011 എൻഡ് വരലും ഫിഫ റെഫറി ആയിട്ടിരിക്കുമ്പോൾ ആ ബുക്കിൽ എല്ലാ കൊല്ലം വരും പേരും അജാഗോഡ് അർജുൻ. അപ്പൊ ഡാഡിയുടെ പേരും ഉണ്ട്, വില്ലേജിന്റെ പേരും ഉണ്ട്. ആ വില്ലേജിലെ പേര് എവിടെയും വരാൻ സാധ്യതയില്ല, പക്ഷെ അത് അവിടെ ഫിഫ ബുക്കിൽ ഉണ്ടെന്ന് പറയുമ്പോൾ അത് തന്നെ ഒരു വലിയൊരു ഇതായിട്ട് ഞാൻ കാണുന്നത്. ഇപ്പൊ ഈ ഫുട്ബോളിന് വേണ്ടിയിട്ടും ബഡഗ കമ്മ്യൂണിറ്റി ഇപ്പൊ ഇത്രയും ഫ്രം ദ ഹാർട്ട് എന്നാണ് ബയ്യ പറഞ്ഞത്. ബയ്യയുടെ പേരും ബയ്യയുടെ അച്ഛന്റെ പേര്, ആ വില്ലേജിന്റെ പേരൊക്കെയും ഫിഫയുടെ ആ പിന്നെ ഹിസ്റ്ററി ബുക്കിൽ ഉണ്ടെന്നുള്ളത് എന്തുമാത്രം ഇമോഷണൽ ആയിട്ടാണ് അത് പറഞ്ഞത്. അപ്പൊ അങ്ങനെ ഒരു കൾച്ചറൽ ഒരു പാരമ്പര്യത്തിന് വേണ്ടി മാറ്റിവെച്ച ഈ ജീവിതം മൊത്തത്തിൽ എന്താണ് പഠിപ്പിച്ചത്? കുറച്ച് ചെറുതായിട്ടൊന്ന് പറയാൻ പറഞ്ഞ എന്തായിരിക്കും ബയ്യക്ക് പറയാനുണ്ടാവുക? ഒരൊറ്റ ലൈഫേ ഉള്ളൂ. സോ ഈ ഒറ്റ ലൈഫിൽ എന്തോ സംഭവിച്ചെന്ന് പറഞ്ഞിട്ട് അത് ആലോചിച്ചിരുന്ന ബാക്കിയുള്ള സമയമാണ് വേസ്റ്റ് ആക്കുന്നത്. സോ എങ്ങനെയൊക്കെ ചാലഞ്ചസ് ഒക്കെ വരണുണ്ടോ അത് വി ഹാവ് ടു ജസ്റ്റ് ഓവർകം ദ ചാലഞ്ചസ്. ഇപ്പോൾ ഒരു കളിയിൽ ഫുട്ബോൾ വെച്ച് നമുക്ക് കംപ്ലീറ്റ് ജീവിതം മാറ്റിയെടുക്കാം. ഫുട്ബോൾ ഗെയിം അങ്ങനെയാണ്, അതിൽ എല്ലാം ഉണ്ട്. നമുക്ക് ഒരു ഫുട്ബോൾ പ്ലെയർ എന്ന് പറഞ്ഞാൽ അവൻ്റെ അടുത്ത് എല്ലാ ക്വാളിറ്റി ഉണ്ടായിരിക്കണം. നെഗറ്റിവിറ്റി അല്ല, പോസിറ്റിവിറ്റിയാണ് ഇരിക്കുന്നത്. നെഗറ്റിവിറ്റി കുറെ ഉണ്ടായിരിക്കും, പോസിറ്റിവിറ്റി ഹെൽപ്പിംഗ്, ടീം വർക്ക്, ഹെൽപ്പിംഗ്. ഇപ്പോൾ ഒരു പ്ലെയർ
ആ ബോൾ എടുത്തിട്ടില്ല, ഓടിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അവൻ ഓടിയിട്ടില്ല ഞാനും ഓടില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ കംപ്ലീറ്റ് പൊട്ടിപ്പോകും. അപ്പോൾ ഓക്കെ അവൻ ഓടിയിട്ടില്ലല്ലോ, ഞാൻ അത് പോയി കവർ ചെയ്യാന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് എനർജി, പോസിറ്റീവ് എനർജി. അങ്ങനെ ചിന്തകൾ. അപ്പോൾ അത് അങ്ങനെ മറിച്ച് ലൈഫിൽ ഇടുമ്പോൾ ആർക്ക് വേണമെങ്കിലും നമ്മുടെ ഫാമിലി മെമ്പേഴ്സോ നെയ്ബേഴ്സോ ആർക്കെങ്കിലും പ്രശ്നം വരാം, അത് നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ നോക്കിയാൽ നമ്മളെ കൊണ്ട് പറ്റുമെങ്കിൽ നമുക്ക് നോക്കാൻ പറ്റും. അത് ചെയ്താൽ ദാറ്റ് ഈസ് സംതിങ് എ ഡിഫറെന്റ് ഫീൽ. അതൊരു ടീം വർക്ക് പോലെ ഇരിക്കും. അങ്ങനെയാണ്. അപ്പൊ റെഫറിങ്ങിൽ എന്തെങ്കിലും ഒരു ഇത് വരുമ്പോൾ, റെഫറിങ്ങിൽ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ആ സിറ്റുവേഷനെ നമുക്ക് ഒരു ഡിസിഷൻ തെറ്റായിട്ട് എടുത്ത് അല്ലെങ്കിൽ എടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ ആയിപ്പോയി സ്ട്രഗിൾ ചെയ്ത് പിന്നെ എടുത്തെന്ന് പറഞ്ഞാൽ നമുക്ക് അതിന് 100% ഓവർകം ചെയ്യണം. അപ്പൊ ഇത് ഒவ்வொரு ചാലഞ്ച് വരുമ്പോൾ അക്കോർഡിംഗ് ടു ദാറ്റ് പർട്ടിക്കുലർ സിറ്റുവേഷൻ ആ കളിയിൽ നമുക്ക് എന്തൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടോ അത് തന്നെ നമ്മുടെ ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്താൽ സുഖമായിട്ട് പോകും. ഒരു സിറ്റുവേഷൻ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ ആകാം, ഈസി സിറ്റുവേഷൻ ആകാം. ആ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ വരുമ്പോൾ അതിൽ സ്റ്റക്കായി നമ്മൾ നിന്ന് പോയാൽ പിന്നെ മുമ്പോട്ട് നമുക്ക് എല്ലാം ബ്ലാങ്ക് ആയിട്ട്. അതല്ലാതെ വരുമ്പോൾ അങ്ങനെയാണ് എൻ്റെ ലൈഫിലും. സ്കൂൾ ടൈം കംപ്ലീറ്റ് ആയ ശേഷം ഫാമിലി ഡാഡി പാസ്സായ ശേഷം അവിടെ നിന്ന് വിട്ടു പോകേണ്ട ഒരു സിറ്റുവേഷൻ വന്നു. നീലഗിരിയിൽ നിന്ന് കോയമ്പത്തൂർ വന്നു, അവിടെ വർക്ക് ചെയ്തു, അവിടെ കളിച്ചു. ബിക്കോസ് ഫുട്ബോളിൽ തന്നെ എന്തെങ്കിലും ജോലി മേടിക്കണം, അല്ലാതെ എഡ്യൂക്കേഷനിൽ ജോലി കിട്ടാൻ പോകണില്ല എനിക്ക് എൻ്റെ എഡ്യൂക്കേഷനിൽ. അതുകൊണ്ട് അവിടെ വന്നു, അവിടെ പഠിച്ചു, പിന്നെ സ്റ്റേറ്റ് റെഫറൻസ് ചെയ്തു, പിന്നെ ആർമിയിൽ ജോയിൻ ചെയ്ത ശേഷം നാട്ടിലോട്ട് പോകാനുള്ള അത്ര ഒരു അവസരമില്ല. പിന്നെ അവിടുത്തെ കംപ്ലീറ്റ് ഇത് ചെയ്തു. പിന്നെ ഇതിന്റെ ഇടയ്ക്ക് മമ്മി എക്സ്പയർഡ് ആയപ്പോൾ പിന്നെ കംപ്ലീറ്റ് കടങ്ങൾ മീറ്റാൻ വേണ്ടിയിട്ട് റെഫറിങ് ചൂസ് ചെയ്ത് അതിൽ വന്ന പൈസ കടങ്ങളൊക്കെ മീറ്റ് എല്ലാം ചെയ്ത് ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ പിന്നെ അച്ചീവ്മെന്റിന്റെ പുറകെ ഓടി പൈസ പുറകെ ഓടി ലാസ്റ്റിൽ പൈസ പുറകെ ഓടിയിട്ടില്ല, പൈസ വന്നു. പിന്നെ ഇതിൽ പോകുമ്പോൾ സമയം എങ്ങനെ പോയിക്കൊണ്ടിരുന്നു, ഏജ് പോയി. ഒരു ടൂർണമെന്റിൽ പോയപ്പോൾ അവിടെ നിന്നാണ് എനിക്ക് ഒരു ഇഞ്ചുറി ആയപ്പോൾ ആ ഇഞ്ചുറിയിൽ അതൊരു ഇഞ്ചുറി, ഇറ്റ്സ് ഇൻവൈറ്റഡ് ഇഞ്ചുറി എന്ന് പറയാൻ പറ്റും. കാരണം അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായി, അവന്മാർ എന്നെ യൂസ് ചെയ്തു. അത് കുഴപ്പമില്ല, അത് ഞാൻ പോസിറ്റീവായിട്ടാണ് എടുത്തത്. കാരണം ആ ഇഞ്ചുറി ആയതുകൊണ്ട് കേരളത്തിൽ ട്രീറ്റ്മെന്റ് വന്നപ്പോൾ ഈ 16 കൊല്ലം എൻ്റെ ഫ്രണ്ടായിട്ടിരുന്ന ഇപ്പോൾ ഉള്ള വൈഫ് പിന്നെ മാരേജ് ആയി. അപ്പൊ ഇവിടെ വന്നിട്ടാണ് ഈ മാരേജ് ഒക്കെ ആയതും ട്രീറ്റ്മെന്റിന് വന്നത്. അപ്പൊ സോ അവിടെ എന്നെ യൂസ് ചെയ്തെന്ന് പറയുന്നതിനെക്കാട്ടിലും ദാറ്റ് ഈസ് ഗോഡ്സ് പ്ലാൻ എന്ന് പറയാൻ പറ്റും. എനിക്ക് അത്രയും പോസിറ്റീവായിട്ട് എടുത്ത് പോകാൻ പറ്റും. സോ എവറി സ്ട്രഗിൾസ് അക്കോർഡിംഗ് ടു സിറ്റുവേഷൻ യു ഹാവ് ടു കീപ് മൂവിങ് ഫോർവേഡ്. അല്ലെങ്കിൽ നമുക്ക് ആയത് പോയി, ഇറ്റ്സ് പാസ്റ്റ്, ഹിസ്റ്ററി ഫിനിഷ്. ഇപ്പോൾ അടുത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രസന്റ് എന്താണ് ഉള്ളത്, അതിന് ഇതാക്കിയ ഡെഫിനറ്റ്ലി വി വിൽ ഹാവ് എ പോസിറ്റീവ്. എവറിത്തിങ് ഹാപ്പൻ ഫോർ എ റീസൺ. എന്തായാലും ഇത്രയും സമയം തന്നതിന് ഇത്രയും സ്റ്റോറി ഞങ്ങളോടൊപ്പം ഷെയർ ചെയ്തതിന് നന്ദി. ഭാഷയുണ്ടല്ലോ, അത് എഴുത്തില്ലാത്ത ആ ഭാഷ അതിപ്പോഴും സംസാരിക്കുമല്ലോ അല്ലെ, ഓർക്കുന്നുണ്ടല്ലോ അല്ലെ? ഓർക്കാനായിട്ട് എന്താണ്, അത് ഇറ്റ്സ് ലൈക്ക് ഓൾമോസ്റ്റ് ലൈക്ക് കന്നഡ. അതില് കുറച്ച് വേർഡ്സ് ഒക്കെ ഇതാവും, പക്ഷെ അതില് സ്ക്രിപ്റ്റ് മാത്രമല്ല ബാക്കിയെല്ലാം പറയൂ. അത് സംസാരിക്കുമല്ലോ അല്ലെ, ബയ്യ സംസാരിക്കുമല്ലോ നന്നായിട്ട്. അപ്പൊ നമ്മളുടെ പ്രേക്ഷകർക്ക് എന്തെങ്കിലും ആശംസകൾ അല്ലെങ്കിൽ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ബഡഗ ഭാഷയിൽ പറയും ബയ്യ. ബഡഗ ഭാഷയിൽ പറയുന്നെന്ന് പറഞ്ഞാൽ എന്താ പറയുന്നത്, മറ്റേ നിങ്ങൾ എന്തോ പറയില്ല, അത് ലൈക്ക് ഷെയർ സംതിങ്, അത് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഓക്കെ. ഈ സ്റ്റോറി എന്ന ലൈഫ് സ്റ്റೋರಿ ಬೇಸ್ಡ್ ಆನ್ ಮೈ ಫುಟ್ಬಾಲ್ ಕೆರಿಯರ್ ಅಂಡ್ ರೆಫರಿಂಗ್ ಕ್ಯಾರಿಯರ್. ಇದನ್ನ ನೋಡಿವಿ, ಸಬ್ಸ್ಕ್ರೈಬ್ ಮಾಡಿವಿ, ನಿಮಗೆ ಫ್ರೆಂಡ್ಸ್ಗೂ ಶೇರ್ ಮಾಡಿವಿ. താങ്ക് യു സോ മച്ച് ബയ്യ, താങ്ക് യു. ഈ ബയ്യയുടെ ഫേസ്ബുക്കില് ഇങ്ങനെ എഴുതിയിട്ടുണ്ടായിരുന്നു, ഈ തടസ്സപ്പെടുത്താൻ മുന്നിൽ നിൽക്കുന്നവരെ നോക്കാതെ എപ്പോഴും ഉയരങ്ങളിലേക്ക് ലക്ഷ്യം വെച്ചുകൊണ്ട് മുന്നേറാൻ താങ്കളുടെ ജീവിതകഥ നമ്മുടെ പ്രേക്ഷകർക്കും വഴിവിളക്കാകട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതിനായി ആശംസിക്കുന്നു. ബിയോണ്ട് ബോർഡേഴ്സിന്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. വേരുകളെ മറക്കാതെ അതിരുകൾ ഭേദിച്ച് മുന്നേറുന്ന മറ്റൊരു വേറിട്ട ജീവിതകഥയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് അർജുൻ, referee Arjun, and all the best. Thank you once again.